പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവത്തിന് സ്തോത്രം. प्रभु को महिमा हो. കർത്താവ് നമുക്കൊരു മനോഹര ദിവസം കൂടെ തന്നിരിക്കുകയാണ്. प्रभु ने और एक सुंदर दिन हमारे जीवन में दान दिया. കർത്താവ് വരാൻ താമസിക്കുന്നത് കൊണ്ട് ഈ ദിവസം നമുക്ക് വചനവുമായിട്ട് തന്നെ ആരംഭിക്കാം. प्रभु का आगमन देरी हुआ, इसलिए आज भी सवेरे हम प्रभु के वचन के साथ शुरू करें. നമ്മൾ പഴയ നിയമത്തിലെ വലിയ പ്രവാചകനായ ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്നൊരു കാര്യം നമുക്ക് പഠിക്കാം. आज हम पुराना नियम की एक महान भविष्यवक्ता एलिया के बारे में कुछ बात सीखना चाहता है. കർത്താവ് ഒരു വിധവയുടെ അടുക്കിലേക്ക് ഒരു ക്ഷാമത്തിന്റെ അവസ്ഥയിൽ അദ്ദേഹത്തെ അയച്ചത് നമുക്കറിയാം. जब एक अकाल का समय में एलिया को एक विधवा के पास भेजा हुआ हम जानते हैं. ആദ്യമായിട്ട് അദ്ദേഹം ചെന്ന് ആ വിധവയോട് അല്പം വെള്ളം കുടിക്കാൻ ചോദിക്കുകയാണ്. सबसे पहले वो विधवा से थोड़ा पानी पीने के लिए मांगा. എന്നിട്ട് വെള്ളം കൊണ്ടുവരുന്ന സമയത്ത് നീ വെള്ളം കൊണ്ടുവരുമ്പോൾ ഒരു വടയും കൂടെ കൊണ്ടുവരണമെന്ന് പറയും. और उसने कहा कि वो पानी लेने के लिए जा रहा था, तब बोला कि तुम आते वक्त एक चपाती भी लेकर आना. അപ്പോൾ അതിന്റെ 17-12 വാക്യം ഒന്ന് വായിക്കാം. ഒന്ന് രാജാക്കന്മാർ 17 അതിന് അവൾ പറഞ്ഞ ഉത്തരം നമുക്ക് നോക്കാം. पहला राजा उसका 17 अध्याय का ये वाक्य 17-12 उसका 12 वचन 17 अध्याय का 12 वचन. उसने कहा, तेरे परमेश्वर यहोवा की जीवन की शपथ, मेरे पास एक भी रोटी नहीं है, केवल घड़े में मुट्ठी भर मैदा और कूपे में थोड़ा सा तेल है, और मैं दोनों एक लकड़ी बीनकर लिए जाती हूँ कि अपने और अपने बेटे के लिए उससे पाऊँ और हम उससे खाएं और फिर मर जाएं. ഓക്കെ. അപ്പോൾ താൻ ആവശ്യപ്പെട്ട ആ വട തിന്ന് മരിക്കാനിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഈ സഹോദരി മകൻ. यहाँ पर मतलब ये जो विधवा का अवस्था क्या था, उधर कुछ भी नहीं था. वो एक रोटी आखिरी बना करके वो खा करके मरने की तैयारी में था. അപ്പോൾ ആ വടയാണ് നീ തിന്ന് മരിക്കാനിരിക്കുന്ന ആ വടയാണ് ദൈവം ചോദിക്കുന്നത്. अभी जिस रोटी खा करके वो और उनका बेटा मरने के लिए तैयारी में है, वही रोटी अभी इधरी प्रभु का दास मांग रहे हैं. അവിടെ 13 വാക്യത്തിന്റെ ഒരു പ്രധാന വാക്യം, എന്നാൽ ആദ്യം എനിക്ക് നീ വട ഉണ്ടാക്കുന്നത്. ആദ്യം എന്നുള്ള ആ പദമാണ് നമ്മൾ ഇന്ന് പഠനത്തിനായി ഉപയോഗിക്കുന്നത്. परंतु उसका 13 वचन की शुरुआत में हम देखते हैं कि मत डर, जाकर अपनी बात के अनुसार कर, परंतु पहले अभी वो जो शब्द जो है पहले, वो शब्द को मैं लेना चाहता हूँ. पहले मेरे लिए एक छोटी सी रोटी बनाकर मेरे पास ले आओ. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു ദൈവികമായ തത്വമാണ് ആദ്യം എന്നുള്ളത്. पुराना नियम में और नया नियम में परमेश्वर के संबंध में एक मतलब आगे दिखने वाला एक बात है कि पहले ये शब्द और ये स्थान. അങ്ങനെ ചെയ്തത് കൊണ്ട് അവൾക്ക് എന്ത് അനുഗ്രഹം കിട്ടി? अभी उस विधवा ने पहले प्रभु का दास के लिए एलिया के लिए वो रोटी बनाने से उसको क्या फायदा मिला? അവളുടെ മാവ് തീർന്നു പോയില്ല. उसका हमारा आटा खत्म नहीं हुआ. ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയത്. उसका मतलब बोतल का तेल कभी कम नहीं हुआ. എത്ര അനുഗ്രഹമാണ്! कितने आशीष की बात है. അവൾ ആ വട തിന്ന് മരിക്കാനിരുന്നതാണ്. वो उसने वो रोटी खा करके मरने की तैयारी में था. ഇവിടെ ഏലിയാവിനെ ദൈവം അയച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് ദൈവത്തെ ഇവിടെ ഏലിയാവിനെ ആണോ അദ്ദേഹം ആ സഹോദരി മാനിച്ചത്, ദൈവത്തെയാണോ? अभी उस बहन ने एलिया को माना या परमेश्वर को सम्मान किया? അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ കരത്തെ ദൈവദാസന്മാരിലൂടെ അറിയുമ്പോൾ നമ്മൾ ദൈവത്തിന് മാനം കൊടുക്കുന്നതിന് പകരം മറ്റു പലർക്കും പോകുന്ന ഒരു അപകടമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുന്നത്. हम लोग कई बार प्रभु के दासों के साथ भी जो कार्य करता है उसमें हम प्रभु को महिमा ना दे करके उसमें से हम फिसल जाता है, इसलिए हमें धोखा होता है. ആദ്യം ദൈവത്തിന്, पहला स्थान प्रभु को, അതിനുശേഷം ദൈവദാസന്മാർ, इसके बाद में प्रभु का दास हो. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആദ്യം ഫസ്റ്റ് എന്നുള്ളതിന്റെ ആ പ്രസക്തമായ ആ ദൈവാത്മാവിന്റെ ആ പ്രയോഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. आज हम उस विषय में देखने जा रहा है, पहला स्थान किसको देना है. पहला उस पद का प्रयोग जो बाइबल में दिया है उसका महत्व के बारे में आज हम विचिंतन करने जा रहे हैं. നമുക്ക് ആ ഏലിയാവിൽ തന്നെ തുടങ്ങാം. हम उस एलिया की जीवन की द्वारा देखेंगे. पहले നമുക്ക് മത്തായി സുവിശേഷം 17 അധ്യായത്തിൽ ഏലിയാവിനെ മർരൂം മലയിൽ കർത്താവ് കാണുന്നുണ്ട്. जब मत्ती 17 अध्याय में प्रभु यीशु मसीह के साथ हम एलिया को देखता है. ഏലിയാവിനെ മാത്രമല്ല, പഴയ നിയമത്തിലെ ഓൾമോസ്റ്റ് വലിയൊരു രണ്ട് ഹീറോസ് ആണ് മോശയും ഏലിയാവും. सिर्फ एलिया को नहीं, पुराना नियम का सबसे महान प्रभु का दास लोग था. एक प्रकार पुराने नियम का हीरो बोल सकता है एलिया और मोशे.
ഏലിയാവും മോശെ ഒഴിച്ചു നിർത്തി ഒരു യഹൂദനെ സംബന്ധിച്ചോളം വേറെ ഒന്നുമില്ല. एक यहूदी के संबंध में मोशे और एलिया को अगर अलग करेगा तो उनके लिए कुछ भी नहीं. അപ്പോൾ അവിടെ കർത്താവ് അവിടെ മറുരൂപപ്പെട്ടപ്പോൾ अभी उस पहाड़ में जब प्रभु प्रकट हुआ, കർത്താവിനെ ഏലിയാവിനോട് തുല്യനാക്കുന്ന ഒരു നിലയിൽ പത്രോസ് ഒരു അവസ്ഥ ഉണ്ടായി. मतलब यहाँ पर हम देखते हैं कि प्रभु के साथ मोशा और एलिया को तुलना करने वाला एक अवस्था पत्रोस के जीवन में आया. കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാതിരുന്നപ്പോൾ സ്വർഗം ഇടപെടുന്നതായിട്ട് കാണാം. നമ്മൾ പിതാവ് ഇടപെടുന്നതാണ് അവിടെ. अभी यहाँ पर हम देखते हैं कि जब प्रभु को प्रथम स्थान ना देते हुए पत्रोस ने जब बोला, तब स्वर्ग उनके साथ बात करते हुए हम वहां पर देखता है. അവിടെ നമുക്ക് മത്തായി സുവിശേഷം 17 അധ്യായത്തിന്റെ 4 വാക്യം, उस मत्ती के सुसमाचार उसकी 17 अध्याय का 4 वचन पढ़ेंगे. 5 वचन पढ़ेंगे. ये बोल ही रहा था कि एक उजाले बादल ने उन्हें छा लिया और उस बादल में से ये शब्द निकला, यह मेरा प्रिय पुत्र है जिससे मैं प्रसन्न हूँ, इसकी सुनो. അവിടെ നോക്കുക, പിതാവ് പറയുകയാണ്, यहाँ पर पिता ने कहा है, നിങ്ങൾ ഏലിയാവിനും മോശയ്ക്കും തുല്യമായി ക്രിസ്തുവിനെ കണ്ടപ്പോൾ ദൈവം ഇടപെട്ട് പറയുകയാണ്, എന്റെ പ്രിയ മകൻ, അവന് ചെവി കൊടുപ്പീൻ. यहाँ पर हम देखते हैं कि जब पत्रोस का प्रभु से के साथ कहने वाला वो शब्द सुनकर के स्वर्ग से पिता कहता है कि तुम मेरा बेटे को मोशे और एलिया का तुलना में किया, ऐसा नहीं, मेरा पुत्र की बातें सुनो. അപ്പോൾ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരിക എന്നുള്ളത് ദൈവഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. इसका मतलब सभी में अपना पुत्र को पहला स्थान में लाना ये परमेश्वर के हृदय का सबसे बड़ा भावना है. നാം ആ ഹൃദയത്തിലെ അവന്റെ പിതാവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ആത്മാവിൽ കാണണം. हम लोग हमारे जीवन में भी स्वर्गीय पिता का इच्छा को हम आत्मा में जानना चाहिए. നമ്മൾ എബ്രായ ലേഖനം 1:6 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. जब इब्रानियों का पत्री उसकी पहला अध्याय का 6 वचन में हम पढ़ता है, इब्रानियों पहला अध्याय के 6 वचन में हम पढ़ता है, അവിടെ ഒരു പ്രയോഗം ഫസ്റ്റ് ബോൺ സൺ എന്നാണ്, അത് ആദ്യജാതൻ. वहां पर भी एक प्रयोग हम देखते हैं कि पहला बेटा पहला उठा, ऐसा हम देखता है. നമുക്കറിയാം സുവിശേഷങ്ങളിൽ വരുമ്പോൾ യേശു ക്രിസ്തു ഫസ്റ്റ് ബോൺ സൺ അല്ല, ആദ്യജാതനല്ല. जब सुसमाचार में जब हम देखता है वो पहला उठा नहीं है, അവിടെ അവന് ഏകജാതനാണ്. वो एक लौटा है करके देखता है. തന്റെ നമ്മള് ഏറ്റവും സ്വർണ്ണവാക്യം യോഹന്നാന്റെ സുവിശേഷം 3:16, തന്റെ ഏകജാതനായ മകനെ. अभी हम सब लोग जानते हैं कि बाइबल का सबसे मूल्यवान वचन करके हम मतलब जाना जाता है यूहन्ना 3 अध्याय का 16 वचन, अपना एकलौता पुत्र, एकलौता पुत्र. അപ്പൊ ഏകജാതൻ എങ്ങനെ ആദിജാതനായി? तो इस एकलौता पुत्र कैसा पहला उठा बन गया? അപ്പോൾ ഇവിടെയാണ് മാർമികമായ ഒരു കാര്യം ഇവിടെ ഉണ്ട്. यहाँ पर एक वेद की बात है. ഈ ഏകജാതൻ ആദിജാതനായപ്പോൾ അവിടെ ഒരു മാർമികമായ സഭ ഉളവായി വരുന്നു. यहाँ पर जो पहला उठा जब हमारा एकलौता जब पहला उठा बना तो वहां पर एक वेद निकल आता है मंडली. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മാത്രം പിതാവിനുള്ളപ്പോൾ യേശു ക്രിസ്തു ഏകജാതനാണ്. जब सिर्फ यीशु मसीह ही पिता के लिए था उस समय में वो एकलौता था. എന്നാൽ ദൈവത്തിന് അനേകം മക്കൾ ഉണ്ടായപ്പോൾ ഈ ഏകജാതൻ ആദിജാതനായി. परंतु प्रभु के लिए बहुत से पुत्र उत्पन्न हुआ, उस समय में ये मतलब एकलौता अभी पहला उठा हुआ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ആദിജാതനായി വെളിപ്പെട്ട് വരുന്നത് ഈ അവന് ദൈവത്തിന് അനേക മക്കളുടെ ഇടയിലാണ്. अभी ये जो परमेश्वर का महान एकलौता पुत्र पहला उठा होकर जो प्रकट होकर आता है वो प्रभु का बहुत से पुत्रों का बीच में है. അപ്പൊ യേശു ക്രിസ്തുവിന് ഈ മഹത്വം ലോകത്തുള്ളവർക്ക് അറിയില്ല. परंतु प्रभु यीशु मसीह की ये महिमा दुनिया के लोग नहीं जानते. അത് ദൈവ മക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ये सिर्फ परमेश्वर के लोग ही जानते. നമ്മൾ കൊലോസ്യ ലേഖനം 1:17, 18, 19 വാക്യങ്ങൾ വായിക്കുമ്പോൾ जब कोलोसियों का पत्र उसका पहला अध्याय उसका 17, 18, 19 वचन जब हम पढ़ता है, അവിടെ അവൻ സകലത്തിനും ആദിജാതൻ, और सारे बातों में സർവ്വത്തിനും മുമ്പേ ഉള്ളവൻ वो सबसे पहला है करके हम देखते എന്ന് हैं. പറയാണ്. അവൻ സകലത്തിനും ആധാരം. और वो सारे बातों का आधार है कहता है. അവർ 18 അട്ടപ്പെടും. उसके 18 पढ़िएगा, पहला अध्याय का 18 वचन. वही देह अर्थात कलीसिया का सिर है, वही आदि है और मरे हुए में से जी उठने वालों में पहलौठा. നോക്കാം ഇവിടെ ഏതെല്ലാം കാര്യങ്ങളിലാണ് അവൻ ആദ്യനായിരിക്കുന്നത്. ये किन किन बातों में वो पहला स्थान लेता है?
അവിടെ 18-ാം വാക്യത്തിൽ പിന്നെയും പറയുകയാണ്, उसके 18 वचन में कहता है അവൻ സഭ എന്ന ശരീരത്തിന്റെ തല ഒന്നാമൻ, वो मतलब मंडली की सिर है, എന്നിട്ട് ദൈവം ഉദ്ദേശിച്ച സകലത്തിലും ഈ ക്രിസ്തു മുമ്പനാകണം. और उन सारे बातों में पहला उठा बनना, അതുകൊണ്ട് അവൻ ആരംഭമാണ്, इसलिए वो आरंभ भी है അവൻ മരിച്ചവരുടെ ഇടയിൽ ആദ്യമായി എഴുന്നേറ്റവനാണ്. और मर्दों से पहला उठा होकर के जिया है. അങ്ങനെ ദൈവത്തിന്റെ സകല സമ്പൂർണതയും വസിക്കുന്നത് അവനിലാണ്. इसी प्रकार परमेश्वर की सारे भरपूर देह रूप में वास करने वाला व्यक्ति प्रभु यीशु मसीह है. അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? इसका मतलब मंडली क्या है? ഈ ആദ്യജാതനെ ഏറ്റവും ഉന്നതമായി അവൻ ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഏക സ്ഥാപനം എന്ന് പറയുന്ന സഭ മാത്രമേ ഉള്ളൂ. इस मंडली क्या है? प्रभु यीशु मसीह को सबसे ऊंचा और पहला स्थान देने वाला एकमात्र ग्रुप झुंड सिर्फ मंडली है. ഒരുപാട് സഭകളുണ്ട്, मंडलियां बहुत है, പക്ഷേ ആത്മാവിൽ ക്രിസ്തു പണിയുന്ന സഭ ഒന്നേ ഉള്ളൂ. परंतु आत्मा के द्वारा प्रभु तैयार करने वाला एकमात्र मंडली है. നമുക്കറിയാം, പത്രോസിനെ പോലെ അറിയാതെ ക്രിസ്തുവിന് തുല്യം സഭ സ്ഥാപിച്ചവർക്ക് സ്ഥാനം കൊടുക്കുന്ന അനേകരുണ്ട്. जब पत्रोस के समान जैसे पहाड़ में उन्होंने दूसरे लोगों को भी मसीह के समान बनाया, इसी प्रकार समानता में मंडली बनाने वाला बहुत लोग है, बहुत ग्रुप है. അപ്പൊ എപ്പിസ്കോപ്പൽ ചർച്ചുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സഭയുടെ നേതാവിനെ തിരുമേനി എന്നാണ് വിളിക്കുന്നത്. യേശുവിനെ കർത്താവെന്നും അവരെ തിരുമേനി എന്നാണ് വിളിക്കുന്നത്. जब एपिस्कोपल मंडलियों में जब हम देखते हैं कि उनके नेताओं को वो पवित्र शरीर की व्यक्ति के रूप में तिरुमेनी कहता है, परंतु यीशु मसीह का वहां पर सादा नाम है. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്ന ആത്മാവിന്റെ ശുശ്രൂഷ അവിടെ വെളിപ്പെട്ടില്ല. वहां पर हम देखते हैं कि प्रभु यीशु मसीह को प्रथम स्थान देने वाला सेवकाई प्रकट नहीं हुआ. അപ്പോൾ സഭ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം. കാരണം ദൈവത്തിന്റെ ആഗ്രഹം അതാണ്, സ്വർഗം. അത് കാരണം ഞാൻ എൻ്റെ സഭയെ പണിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആ ശുശ്രൂഷയാണ് സഭയിലുള്ളത്. इसका मतलब मंडली क्या है कि मंडली प्रभु यीशु मसीह को हमेशा अपने बीच में प्रथम स्थान देगा. वही मंडली का सबसे बड़ा कर्तव्य है, वही सच्चा मंडली है. അപ്പൊ ക്രിസ്തു പഴയ നിയമത്തിന്റെ നിഴലായി ഏലിയാവ് അവിടെ പ്രവർത്തിച്ചപ്പോൾ ആ സഹോദരി മാനിച്ചത് ക്രിസ്തുവിനെയാണ്. जब यीशु मसीह की एक छाया में जब एलिया ने कार्य किया तो उस विधवा ने किसको सम्मान किया? वो प्रभु यीशु मसीह को सम्मान किया. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17, 18, 19 വായിക്കുകയാണ്. അവന് സകലത്തിലും ക്രിസ്തു ഒന്നാമനാകണം, അതാണ് പിതാവിന്റെ ഇഷ്ടം. यहाँ पर हमने कोलोसियों का पत्री 17, 18, 19 वचन में हमने देखा स्वर्गीय पिता का यही इच्छा है कि वो हर बात में वो पहला बने. നമ്മൾ ന്യൂ ജെറുസലേമിലേക്ക് വരുമ്പോൾ നമ്മുടെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, जब हम प्रकाशित वाक्य की 21 अध्याय में जब आता है, അവിടെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. उसका 23 वचन में हम ऐसी इस रीति में पढ़ता है, അവിടെ രാത്രി ഇല്ലല്ലോ. वहां पर रात नहीं. ഓക്കെ, 23 पढ़ो. उसका 23 वचन पढ़े. उस नगर में सूर्य और चांद के उजाले की आवश्यकता नहीं, क्योंकि परमेश्वर के तेज से उसमें उजाला हो रहा है और मेमना उसका दीपक है. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ ബഹുമാനവും മഹത്വവും അവിടേക്ക് വരും. वहां पर हम देखते हैं कि हरेक प्रकार के जाति लोगों का महिमा उस जगह पर आता है. അവിടെ 23-ാം വാക്യം, സോറി, അത് 26-ലാണ്. उसकी बात है उसकी 26 वचन में है. 23-ലാണ്. അവിടെ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. जब यहाँ पर 22 वचन में हम देखते हैं कि वहां पर सूरज और चंद्रमा का जरूरत नहीं. അവിടെ നമ്മൾ ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും എത്ര ആവശ്യമാണ്, പ്രധാനമാണ്. अभी हमारा ये दुनिया में रहने के वक्त में सूरज और चंद्रमा का कितना जरूरी है. എന്നാൽ അവിടെ പ്രകാശിക്കുന്നത് ക്രിസ്തുവാണ്. परंतु नया यरूशलेम में जो ज्योति देता है वो प्रभु यीशु मसीह है, കുഞ്ഞാട് അതിന്റെ വിളക്ക്. क्योंकि मतलब मेमना उसका दीपक है. ആ കുഞ്ഞാടിലേക്ക് എല്ലാ മഹത്വവും എല്ലാ ബഹുമാനവും വരുന്നു. उस प्रभु यीशु मसीह की और सारे महिमा सारे आदर आते हैं. ഇത് നമ്മളെങ്ങനെയാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ फिलिपियों का पत्री 2 अध्याय 9-10 वचन में भी हम वही बात को देखता है. അത് ആ വാക്യം കൂടെ വായിക്കാം. उस वचन को भी पढ़ेंगे. फिलिपियों का पत्री उसका 2 अध्याय का 9-10 वचन. इस कारण परमेश्वर ने उसको अति महान भी किया और उसको वह नाम दिया जो सब नामों में श्रेष्ठ है, कि जो स्वर्ग में और पृथ्वी पर और पृथ्वी के नीचे है वे सब यीशु के नाम पर घुटना टेके और परमेश्वर पिता की महिमा के लिए. യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നത് ദൈവത്തിന് മഹത്വമാണ്. मतलब जो व्यक्ति प्रभु यीशु मसीह के सामने घुटना टेकते हैं वो प्रभु की महिमा है. ക്രിസ്തുവിനെ ബഹുമാനിക്കുമ്പോൾ ദൈവം മഹത്വം കൊടുക്കുന്നു. जो व्यक्ति प्रभु यीशु मसीह की आदर करता है तो वो पिता का सम्मान करता है. ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഭരണിയിലെ എണ്ണ കുറയുന്നില്ല, നമ്മുടെ മാവ് കുറയുന്നില്ല. जब आप देखिए, जब हम प्रभु यीशु
मसीह को प्रथम स्थान देता है तो हमारे जीवन के लिए हमारे कुपी में तेल कम नहीं होता और हमारा मतलब बर्तन में मैदा कम नहीं होता। അതേസമയം ദൈവത്തിന് അത് മഹത്വമാണ്. രണ്ട് उसी के കാര്യം साथ साथ वो बात प्रभु का महिमा का भी बात है। കാരണം യേശു ക്രിസ്തുവിനെ നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നമുക്കത് അനുഗ്രഹമാണ്. प्रभु यीशु मसीह को जब भी हम प्रथम स्थान देता है वो हमारे लिए एक बड़ा आशीष है। Praise the Lord. हालेलुया। അപ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? സ്വർഗ്ഗത്തിൽ പിതാവിന് മഹത്വമാണ്. उस समय में और भी क्या होता है? पिता का वहां पर महिमा होता है। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ദൈവാത്മാവിന്റെ ആഗ്രഹം നമ്മൾ ശരി ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കുക എന്നുള്ളതാണ് ആത്മാവിന്റെ ആഗ്രഹം. इसका मतलब क्या है कि हमारे जीवन में हर बात में हम प्रभु यीशु मसीह को प्रथम स्थान दें। നമ്മൾ യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് വിശ്വാസികളെക്കുറിച്ച് 1 Corinthians 16:22 വായിക്കുന്നത് അനാത്തമ എന്ന ഒരു എബ്രായ പദം ഒരു അരാമ ഭാഷയാണ്. आप देखिए अगर हम प्रभु को प्रथम स्थान नहीं अगर देता, ये 1 Corinthians 16 अध्याय का 22 वचन में हम देखते हैं कि वहां पर एक श्रापित है, मानो वो व्यक्ति बिल्कुल प्रभु का योग्य नहीं, ऐसा एक पद वहां पर इस्तेमाल किया गया। അത് എത്രയോ യെസ് यदि कोई प्रभु से प्रेम न रखे तो वह शापित हो। യെസ് യേശു സ്നേഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? अभी प्रभु को प्यार करने का अर्थ क्या है? ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല, उसका पहला स्थान देना। വേറെ ആർക്കോ കൊടുക്കുന്നു. वो अगर ऐसे नहीं देता है तो वो दूसरा किसी को देता है। കർത്താവ് ശിഷ്യത്വത്തിന്റെ പാഠം പഠിപ്പിക്കുമ്പോൾ जब प्रभु यीशु मसीह चेलों को चेलापन का जो बात सिखाता है, എന്റെ ശിഷ്യന്മാരെ നിങ്ങൾ യജമാനനേക്കാൾ വലിയവനാകരുത്. वो ये कहता है कि चेले लोग कभी स्वामी से बढ़कर नहीं, गुरु से बढ़कर नहीं। അവിടെ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു തന്റെ ഭൗമിക ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന അവന്റെ ആ ശിക്ഷണം അവന്റെ ആ പഠിപ്പിക്കൽ അതാണ്. प्रभु यीशु मसीह जब दुनिया में था तब चेलों को दिया हुआ वो शिक्षण वही है। എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട് ദൈവം ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ച ഒരു ദൈവദാസനുണ്ട്. पुराने नियम में प्रभु ने अपनी सेवा के लिए बुलाया और प्रभु ने बहुत आशीष दिया हुआ एक व्यक्ति है। അദ്ദേഹം ഒരു പുരോഹിതനാണ്. बहुत एक याचक है। അദ്ദേഹത്തോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി ദൈവം മാറ്റിവെക്കുന്നു. കാരണം അവന് ഈ ദൈവത്തിന് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ല. उस व्यक्ति के साथ प्रभु ने जो वाचा बांधा था, प्रभु उस बात को बदल देता है क्योंकि उन्होंने प्रभु को पहला स्थान नहीं दिया। കാരണം 1 ശമൂവേൽ 3:28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ जब पहला शमूएल उसका 3रा अध्याय उसका जब 22 से 28 तक जब हम पढ़ता है, 1 ശമൂവേൽ 3रा अध्याय, पहले शमूएल 3रा अध्याय, സോറി 21 तक। एक मिनट സോറി पहले शमूएल 2रा अध्याय അതിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ उसका 28 से पढ़ेंगे। അവിടെ നമ്മൾ വായിക്കുമ്പോൾ അറിയാം ഒരു അയോഗ്യരായിരുന്ന സ്ഥാനത്ത് നിന്നും ഈ ദൈവദാസനെ ദൈവം ഉയർത്തതാണ് ദൈവം പറയുകയാണ്. यहाँ पर हम देखते हैं कि इस एली याजक को प्रभु ने अयोग्य स्थान में इतना महान पदवी में लाया था। അവിടെ ഞാൻ നിന്റെ ഈ അനുഗ്രഹങ്ങളൊക്കെ നിന്റെ പിതൃഭവനത്തിൽ ഞാൻ കൊടുത്തു. मतलब मैंने इन सारे आश्रम को मैं तेरी पीढ़ियों को दिया। 21 വാക്യത്തിൽ പറയുകയാണ്. उसका 29 वचन में कहता है, അത് വേണേ വായിക്കാം. इसलिए मेरे मेल बलि और अन्न बलि को जिन्हें मैंने अपने धाम में चढ़ाने की आज्ञा दी है, उन्हें तुम लोग क्यों पाँव तले रोते हो? और तू क्यों अपने पुत्र का मुझसे अधिक आदर करता है कि तुम लोग मेरी इस्राएली प्रजा की इच्छा के अच्छी भेंट खा के मोटे हो जाओ। ഓക്കെ, അവിടെ നമുക്കൊരു കാര്യം അറിയാം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഈ പുരോഹിതൻ जब प्रभु को पहला स्थान देना चाहिए ये याजक एली, അദ്ദേഹം ചെയ്തത് എന്താണ്? वो क्या किया? തന്റെ മക്കൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു. उन्होंने अपने बच्चों को अपने पुत्रों को पहला स्थान दिया। ദൈവം ചോദിക്കുകയാണ്, എന്നേക്കാൾ അധികം നിന്റെ പുത്രന്മാരെ നീ ബഹുമാനിക്കുന്നത് എന്ത്? मुझसे बढ़ करके तो अपने पुत्रों को क्यों सम्मान करते हैं? ഇനി ഈ പുത്രന്മാര് നല്ല സ്വഭാവം ഉള്ളവരാണോ? और ये बच्चे लोग कैसे स्वभाव है? अच्छा स्वभाव का है क्या? വെറും മോശപ്പെട്ടവരാണ്. बहुत बुरे स्वभाव के थे। അതുകൊണ്ട് കർത്താവ് അവിടെ ശാപത്തിന്റെ ദൈവം ശപിക്കുന്നില്ല. इसलिए प्रभु उसको श्राप नहीं देता, पर जो उसके लिए एक आशीष की बात नहीं, ये बात कहता है നമ്മൾ തന്നെ ശാപം കൊണ്ടുവരികയാണ്. हम अपने जीवन में श्राप को लाता है। അവിടെ 30 വാക്യം उसका 30 वचन ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. वहाँ पर एक बहुत मूल्यवान बात करता है, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. जो मेरा आदर करेगा मैं उसका आदर करूंगा। അതുകൊണ്ട് നിന്റെ കുടുംബത്തോട് ഞാൻ ചെയ്ത വ്യവസ്ഥ
ഞാൻ പാലിക്കില്ല. കാര്യം इसलिए तेरे घराने के साथ मैंने जो वाचा बांधा था वो मैं करूंगा नहीं. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സഭയിൽ കാരണം ഈ ഏകജാതനെ ആദിജാതനാക്കിയ മർമ്മം സഭയാ. इसका मतलब जो एकलौता पुत्रों को पगलौटा जो बनाया वो उसका भेद क्या है? मंडली है. ആ പുത്രനെ തകർത്ത് അവന്റെ ജീവനെ നമുക്ക് തന്നിട്ട് നമ്മളെ അവനോടൊപ്പം ഉയർത്തിയപ്പോൾ ഈ ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാതെ മറ്റു ചിലതിന് സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മൾ എത്രയോ ദൈവത്തിന്റെ നമ്മൾ നരകത്തിൽ പോകുന്നൊന്നും അല്ല പറയുന്നത്. നമ്മുടെ ജീവിതം വളരെ അരോചകത്തിൽ തന്നെ. प्रियों, उस महान पिता परमेश्वर ने अपना एकलौता पुत्रों को हमारे लिए तोड़ करके मरने देते हुए हमको प्रभु ने तैयार किया. तो हम उस प्रभु को अगर प्रथम स्थान नहीं रहता तो उसका मतलब वो नरक जाएगा, वो नहीं, उससे बढ़ करके वो कितना श्रापित है, ये बात को बताता है. അതുകൊണ്ട് ഫസ്റ്റ് എന്നുള്ള തിരുവചനത്തിലെ പ്രയോഗം, ആത്മാവിന്റെ പ്രയോഗം നമുക്ക് അല്പസമയം പഠിക്കാം. ഞാനിത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയത്തിന്റെ ആമുഖമായിട്ട് പറഞ്ഞതാണ് ഇത്രയും. ये बात मैं आपको क्यों कहा, जो पहला स्थान पहला वो बात को समझने के लिए मैं आपको ये एक आम जानकारी के लिए आपको बताया. अब हम विषय की ओर जाते हैं. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമതായിട്ട് 2 പത്രോസ് 1:20 ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. पहला पत्रोस पहला अध्याय का 20 वचन. സോറി 2 പത്രോസ് दूसरा पत्रोस पहला अध्याय का 20 वचन. यहाँ पर हम जो जानना चाहिए उस विषय के बारे में खास करके उड़ाकर कहता है. दूसरा पत्रोस पहला अध्याय का 20 वचन. पर पहले ये जान लो. ഓക്കെ, എന്താണ് ആദ്യമേ അറിയേണ്ടത്? ഫസ്റ്റ് ആദ്യം അറിയണം. यहाँ पर वचन कहता है कि पहले ये जान लो. എന്താണ് ആദ്യം അറിയേണ്ടത്? വായിച്ചു. अभी पढ़िएगा आगे. कि पवित्र शास्त्र कोई भी भविष्यवाणी किसी के अपने ही विचारधारा के आधार पर पूर्ण नहीं होती. ഓക്കെ, ഇവിടെ നമ്മൾ വേദപുസ്തകം എപ്പോഴും നമുക്കുള്ള ദൈവം തന്നിരിക്കുന്ന ഗൈഡ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് തിരുവചനത്തിലേക്കാണ്. इसका मतलब क्या है कि हमारे जीवन में हम कोई भी काम करता है तो पवित्र शास्त्र के ओर देख करके कार्य करना चाहिए. पवित्र शास्त्र क्या कहता है? ഈ വേദപുസ്തകം ദൈവത്തിന്റെ ബ്രത്ത് ആണെന്ന് പറയുന്നത്, ദൈവത്തിന്റെ ശ്വാസമാണ്. ये जो वचन जो है प्रभु का वचन, ये परमेश्वर का श्वास है करके कहता है. അവിടെ അനേക ദൈവദാസന്മാർ 10-40 ദൈവദാസന്മാർ എഴുതപ്പെട്ടെങ്കിലും അത് ദൈവത്തിന്റെ വചനമാണ്. बाइबल करीब 40 प्रभु का दासों के द्वारा लिखा गया तो भी वो उनका वचन नहीं, प्रभु का वचन है. ഞാൻ ഒരു ദൈവദാസന്റെ ഒരു ലേഖനം വായിച്ചു. मैं एक बार एक प्रभु का दास का एक किताब पढ़ा. ആൾക്കാർ പെട്ടെന്ന് വഞ്ചിക്കപ്പെട്ടു പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. और उस किताब में लोग प्रभु के लोग धोखा खा सकता है, ऐसा एक बात उन्होंने लिखा है. നോക്കുക വേദപുസ്തകം. अभी बाइबल को देखिए. 1500 വർഷം കൊണ്ട് 40 പരം പേര് എഴുതിയതാണ്. करीब 1600 साल लेकर के 40 लोगों के द्वारा लिखा गया. ഇതിനകത്ത് ഒരുപാട് മിക്സിങ് വന്നിട്ടുണ്ട്, കലർപ്പ് വന്നു. यहाँ पर बहुत बातें मिक्स किया गया, इसमें कुछ झूठी बात भी मिलाया गया करके वो कहता है. അതിനകത്ത് സാത്താൻ പറഞ്ഞൊരു വാക്കുകളുണ്ട്, उसमें सातान ने कहा हुआ शब्द भी है. രക്ഷിക്കപ്പെടാത്ത രാജാക്കന്മാർ പറഞ്ഞ കാര്യമുണ്ട്, उन्होंने जो उद्धार नहीं पाया हुआ राजा लोग कहा हुआ शब्द भी है. അതിനകത്ത് കഴുത പറഞ്ഞതുണ്ട്. उसमें गधा बोला हुआ बात भी है. അപ്പൊ അതെങ്ങനെ വചനം തിരുവചനമാകുന്നത്? ऐसा है तो फिर वो परमेश्वर का बात कैसे हो सकता? എന്നാൽ ഇത് പ്യൂർ വേർഡ് ഞാൻ പറയുന്നു. परंतु अभी मैं सत्य वचन कहता हूँ, ഒരു മിക്സിങ്ങും ഇല്ല, वो कुछ भी उसमें मिलावट नहीं, സത്യവചനം. सच्चा वचन. പ്രിയമുള്ളവരെ, ആൾക്കാരെ ഇപ്പോൾ വേദപുസ്തകം വായിക്കത്തില്ല, അദ്ദേഹത്തിന്റെ പുസ്തകം മാത്രമേ വായിക്കത്തുള്ളൂ. इसका मतलब क्या हो गया कि वो ये सुनने वाला, उस पर विश्वास करने वाला वो व्यक्ति क्या करेगा? बाइबल पढ़ना छोड़ देगा, उसका ही वचन, उसका ही किताब पढ़ेगा. അങ്ങനെ എത്രയോ പേര് വഞ്ചിക്കപ്പെടുകയാണ്. और इस रीति में कितनी लोग बह जाता है. അതുകൊണ്ട് പത്രോസ് വളരെ വ്യക്തമായി പറയാണ്, ആദ്യം തന്നെ നിങ്ങൾ അറിയണം. इसलिए पत्रोस यहाँ पर खास करके उड़ा कर कहता है कि तुम पहले जान लो ये पवित्र शास्त्र का महत्व. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം തന്റെ നാമത്തിന് മുകളിലൊക്കെയും ദൈവം ആക്കി മഹിമപ്പെടുത്തിയിരിക്കുകയാണ്. प्रियो, परमेश्वर का वचन अपने नाम से बढ़कर के प्रभु ने स्थान दिया हुआ है. അവന്റെ വചനം നമുക്കത് സങ്കീർത്തനത്തിലുണ്ട്. अभी ये वचन संहिता में हम पढ़ता है. അതുകൊണ്ട് ദൈവവചനത്തിന് നമ്മൾ ജീവിതത്തിൽ ആദ്യം തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കണം. हम प्रभु का वचन को अपने जीवन में पहला स्थान देना चाहिए. ആ രാജകീയ ന്യായപ്രമാണം ഉറ്റുനോക്കണമെന്നാണ് യാക്കോബ് പറയുന്നത്. याकूब कहता है कि ये राजकीय व्यवस्था है. അപ്പൊ നമ്മള് ഇന്നത്തെ പഠനത്തിൽ നമ്മൾ ആദ്യമായി ചിന്തിക്കുന്നത് തിരുവചനത്തിൽ
തിരുവചനത്തിന് ഒന്നാം സ്ഥാനം എന്ന് നമ്മൾ അറിയാം. അവിടെ ഒന്ന് എന്ന് പറയുന്നുണ്ട്. आज का दिन में हम अगला स्थान में पहले बात हम ये देखता है कि पवित्र शास्त्र को हमारे जीवन में पहला स्थान देना. അപ്പൊ ആദ്യമായി നിങ്ങൾ അറിയണം എന്താണ് തിരുവചനം. വെറും മനുഷ്യന്റെ വാക്കല്ല, അത് ദൈവത്തിന്റെ ബ്രത്താണ്, ദൈവത്തിന്റെ ശ്വാസമാണ്. सबसे पहले तुझे ये जानना है कि वो परमेश्वर का वचन ये कोई साधारण वचन नहीं, वो परमेश्वर का श्वास है, ये तुम लोग जानना. വചനത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് അനേക പ്രസംഗങ്ങൾ നടത്താം. നമുക്ക് ആ നിലയിലല്ല, നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. मैं वचन के बारे में हमको बोलने के लिए बहुत प्रचार है, मैं आपको सिर्फ उसके बारे में एक सूचना देता हूँ. നമുക്ക് രണ്ടാമത്തെ ഫസ്റ്റ് എന്ന് പറയുന്നതിലേക്ക് ഇനി വരാം. और हम दूसरी बात जो पहला कहता है उसके और आएंगे. അവിടെ 1 Corinthians 15:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് രണ്ട് പ്രധാന കാര്യങ്ങളിൽ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. पहला कुरिन्थी 15 अध्याय का 1 से 4 तक जब हम पढ़ता है तो वहां पर दो पहला वो पदों को बताता है. दो पहला वो बात पर हम देखेंगे. ഓക്കെ. हे भाइयों, अब मैं तुम्हें वही सुसमाचार बताता हूँ जो पहले सुना चुका हूँ, जिसे तुमने अंगीकार भी किया था और जिसमें तुम स्थिर भी हो. उसी के द्वारा तुम्हारा उद्धार भी होता है, यदि उस सुसमाचार को जो मैंने तुम्हें सुनाया था स्मरण रखते हो. नहीं तो तुम्हारा विश्वास करना व्यर्थ हुआ. इस कारण मैंने सबसे पहले तुम्हें वही बात पहुंचा दी जो मुझे पहुंची थी कि पवित्र शास्त्र के वचन के अनुसार यीशु मसीह हमारे पापों के लिए मर गया और गाड़ा गया और पवित्र शास्त्र के अनुसार. ഓക്കെ. അതിനകത്ത് നമ്മൾ ആ വാക്യം കിട്ടിയോ? आपको ये दोनों पहला शब्द मिल गया ना. ഞാൻ ആദ്യമായി നിങ്ങളെ ഏൽപ്പിക്കുന്നത് मैं पहले तुम्हें ये सुना चुका हूँ. കർത്താവ് തിരുവെഴുത്തുകളിൻ പ്രകാരം പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. प्रभु यीशु मसीह पवित्र शास्त्र के अनुसार पापों के लिए मर गया തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. और पवित्र शास्त्र के अनुसार वो तीसरा दिन जी उठा. അത് ആദ്യമായി ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കും. ये पहले हम आपको समझाना चाहता है. അപ്പോൾ ഒന്നാമത്തെ സുവിശേഷത്തിന്റെ ആ കാതൽ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മരണമുന്നതാണ് ഒന്നാമത്. सबसे बड़े प्रभु का सुसमाचार का उसका खास बात क्या है? प्रभु यीशु मसीह की मृत्यु और जी उठना. 2 Corinthians 11-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നുണ്ട്. ഈ കാതലായ ഭാഗം ഇല്ലാതെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കാര്യം ക്രിസ്തുവിന്റെ മരണമുന്നതാനം ഇല്ലാതുള്ള സുവിശേഷം ഫസ്റ്റ് അല്ല. दूसरा कुरिन्थी 11:4 में प्रेरित पौलुस एक बात कहता है कि जो हमने नहीं सुनाया वो ऐसा सुसमाचार कुछ लोग सुनाता है और तो वो पहला बात खास बात नहीं. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് പൗലോസ് പറയും, ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നത്. यहाँ पर पौलुस सबसे पहले कहता है कि मैं सबसे पहले मैं तुम्हें ये बात को सौंपता हूँ. ഒന്ന് സുവിശേഷം. पहले बात ആ सुसमाचार. സുവിശേഷത്തിന്റെ അടക്കമാകുന്ന അല്ലെങ്കിൽ ആ സുവിശേഷത്തിന്റെ സബ്ജക്റ്റ് ആകുന്ന ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, 3 എഴുന്നേറ്റു. ഇത് രണ്ടുമാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. यहाँ पर हम देखते हैं कि सुसमाचार का सत्ता क्या है, उसका निचोड़ क्या है. प्रभु यीशु मसीह हमारे लिए मरा और जी उठा. ये दोनों बात को प्रभु दास ने उनको सौंपा. അപ്പോൾ നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഞങ്ങൾ പറയാത്ത വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിഞ്ഞു കളഞ്ഞു. गलातियों का पत्र में हम देखते हैं कि हमने जो नहीं कहा ऐसा सुसमाचार का और तुम पलट गया. അങ്ങനെ രണ്ടാമതൊരു സുവിശേഷം ഇല്ല. प्रियो, ऐसा एक दूसरा सुसमाचार नहीं, ഒറ്റ സുവിശേഷമേ ഉള്ളൂ. एक ही सुसमाचार है. ദൈവത്തിന്റെ സത്യവചനത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി സ്വർഗത്തിലെ ആത്മാവ് പ്രസംഗിക്കുന്ന ഈ തിരുവചനത്തിലെ സുവിശേഷം ഒറ്റ സുവിശേഷം. അത് തിരുവെഴുത്തിൻ പ്രകാരം ക്രിസ്തു മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. प्रभु की पवित्र शास्त्र वचन के अनुसार दो सुसमाचार नहीं, एक ही सुसमाचार है. वो क्या है कि पवित्र शास्त्र के अनुसार प्रभु यीशु मसीह मर गया और पवित्र शास्त्र के अनुसार प्रभु यीशु मसीह जी भी उठा. അപ്പൊ കൊരിന്ത്യരെ കണ്ടപ്പോൾ ആദ്യമായിട്ട് പൗലോസ് പറഞ്ഞത് ഇതാണ്. കാരണം ആദ്യം ഞാൻ നിങ്ങളെ പരമേൽപ്പിച്ചത് എന്താണ്? ഈ സുവിശേഷമാണ്. कुरिन्थ मंडली को देखने के बाद में प्रेरित पौलुस सबसे पहले उनको ये बात को सौंपा कि सुसमाचार क्या है. എന്നിട്ട് ആ സത്യവചനത്തിലെ ആ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മരണമുന്നത. और वो पहला सौंपा हुआ विषय क्या है? प्रभु यीशु मसीह की मृत्यु और जी उठना. അപ്പൊ അതിനകത്ത് വലിയ ആത്മീയ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. इसका अंदर बहुत आत्मिक वेद की बातें छिपे हुए हैं. അതവിടെ പറഞ്ഞിട്ടില്ല എന്തൊക്കെയാണ്. बात को नहीं लिखा क्या क्या है करके. എന്നാൽ നമ്മള് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വരുമ്പോൾ രണ്ടാമതൊരു കാര്യം, നമ്മൾ ഇനി മൂന്നാമത്തെ കാര്യം ചിന്തിക്കുകയാണ്. अभी दो बात हमने यहाँ पर देखा और यहाँ तीसरी बात जाता है मत्ती के सुसमाचार. 6:33 വായിക്കാം. उसका 6 अध्याय का 33 वचन हम पढ़ेंगे. मत्ती 6 अध्याय 33 वचन. इसलिए पहले तुम परमेश्वर के राज्य और उसके धर्म की खोज करो. Praise the Lord. Okay. यहाँ पर
ആദ്യമായിട്ട് എന്ത് ചെയ്യണം? और यहाँ पर पहले हमें क्या करना है? നമ്മൾ ആദ്യം എന്നുള്ളത് ആ ലിസ്റ്റാണ് ചിന്തിച്ചു വരുന്നത്. अभी आप ध्यान देना, हम जो पहला स्थान पहला क्या? वो बात को हम चिंता करके आ रहा है. അപ്പൊ ഇവിടെ നമ്മൾ പറയുകയാണ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? अभी यहाँ पर कहता है कि प्रभु यीशु मसीह कहता है कि पहले तुझे क्या करना है? ദൈവത്തിന്റെ നീതിയും അവന്റെ രാജ്യവും. परमेश्वर के राज्य और धार्मिकता का खोज करना. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ആദ്യം കൊരിന്ത്യർക്ക് പരമേൽപ്പിച്ച സുവിശേഷ നീതിയുണ്ട്. കാരണം ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്ത ദൈവത്തിന്റെ നീതിയാണ്. जब हमने कुरिन्थ मंडली को लिखा हुआ उस शब्द में जो पहला जब हमने देखा वो पहला बात क्या था? प्रभु यीशु मसीह पवित्र शास्त्र के और मरा और पवित्र शास्त्र के अनुसार जी उड़ा. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ദൈവത്തിന്റെ നീതി നടപ്പാക്കി. जब प्रभु यीशु मसीह काल्वरी सूली में परमेश्वर की धार्मिकता को पूरा किया, അവൻ നീതിയുടെ രാജാവായി വരും. वह धार्मिकता का राजा बनकर आएगा. എന്ന് പറഞ്ഞ യെശയ്യാവ് 32:1 വായിക്കുന്നുണ്ട്, രാജാവ് നീതിയോടെ വാഴും. हम हमारा यशायाह 32 अध्याय का पहला वचन में हम देखते हैं कि एक राजा धर्म के साथ न्याय करेगा. അവിടെ നമുക്ക് അതിന്റെ 32:17 വാക്യം വായിക്കാം. जब यशायाह 32 अध्याय का 17 वचन पढ़ेंगे, यशायाह 32 अध्याय 17 वचन. और धर्म का फल शांति और उसका परिणाम सदा का चैन और निश्चय रहना होगा. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് കൂടെ 18 കൂടെ 32:18. उसका 18 वचन भी पढ़ेगा. मेरे लोग शांति के स्थानों में निश्चिंत रहेंगे और विश्राम के स्थानों में सुख से रहेंगे. അപ്പോൾ ഈ സഭ നമ്മൾ നേരത്തെ പറഞ്ഞ ഏകജാതനെ തകർത്തിട്ട് അവനെ ആദ്യജാതനാക്കുമ്പോൾ ദൈവത്തിന് ഒരു ജനം കിട്ടുന്നു. അവരെ വിശ്രമത്തിലേക്കും സ്വസ്ഥതയിലേക്കും ദൈവത്തിന് കൊണ്ടുവരുവാൻ നീതി നടപ്പാക്കണം. അപ്പൊ ദൈവത്തിന്റെ സഭയെ നീതിയിൽ കൊണ്ടുവരുവാൻ നമ്മളെ നീതിവാന്മാരെന്ന് വിളിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു നീതിയുടെ പ്രവൃത്തി ചെയ്തു. അതിന്റെ ഫലം शाश्वत विश्राम എന്നാണ് ഇവിടെ വായിച്ചത്. यहाँ पर हम क्या पढ़ा है? हम प्रभु पिता परमेश्वर ने अपना एकलौता पुत्र को हमारे लिए ये दुनिया में भेज करके सूली पर मरकर जी उड़ करके हमारे लिए उसको तोड़ करके क्या किया? मंडली को तैयार करने के लिए, और मंडली प्रभु यीशु मसीह के द्वारा धर्मी बनने के लिए प्रभु पिता परमेश्वर ने एक काम किया, और उस विश्राम में हम प्रवेश करना ये स्वर्गीय पिता का इच्छा है करके यहाँ पर लिखा है. അപ്പോൾ അവന് 1000 ആണ്ട് വാഴ്ചയിൽ നീതിയുടെ രാജാവായിട്ട് വാഴും. क्योंकि वो 1000 साल के राज में वो धर्म की राजा बनकर के वो राज करेगा. അപ്പോൾ അവന് ഇന്ന് സഭാ ജീവിതത്തിൽ ഈ നീതിയുടെ രാജാവിനെ ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർ സഹരാജാക്കന്മാരെ അവനോടുകൂടെ വാഴും. आज जो व्यक्ति प्रभु यीशु पर विश्वास करके इस धार्मिकता का जीवन बिताएगा 1000 साल के राज में प्रभु यीशु मसीह के साथ सहकर्मी होकर या सह राजा होकर के प्रभु के साथ राज करेगा. 32:1 यशायाह 32 अध्याय का पहला वचन में वो बात को हम देखते हैं. ഒരു രാജാവ് നീതി വായിക്കാം ഹിന്ദി में. उसका हिंदी में पढ़ेंगे 32 अध्याय का यशायाह 32 अध्याय पहला वचन. देखो, एक राजा धर्म से राज्य करेगा और राजकुमार न्याय से हुकूमत करेंगे. പ്രൈസ് ദി ലോർഡ്. ആരാണ് രാജകുമാരന്മാർ? ആരാണ്? यहाँ पर ये जो राजकुमार कहा गया वो कौन है? യഹൂദന്മാരല്ല. ये यहूदियों के बारे में नहीं. യഹൂദിൽ നിന്നും ജാതികളിൽ നിന്നും വേർതിരിച്ച ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന സഭയിലെ ജയാളികളാണ്. यहूदियों से और जातियों से प्रभु यीशु पर विश्वास करके प्रभु को पहला स्थान देने वाला विश्वासियों के बारे में कहा. അപ്പോൾ നീതിയെ ആ സഹരാജാക്കന്മാർക്ക് നീതിയെ കുറിച്ച് നല്ല ബോധമുണ്ട്. उस राजकुमारों को धार्मिकता का बारे में अच्छा ज्ञान है. ആ രാജ്യം നീതിയുടെ രാജ്യമാണ്. കാരണം ഒരു പാപവും അവിടെ ഇല്ല. ദൈവത്തിന് പൂർണ്ണ മഹത്വം വരുന്ന ഒരു രാജ്യഭരണമാണ് അവിടെ വരാൻ പോകുന്നത്. क्योंकि आने वाले वो राज्य में कोई भी प्रकार का पाप नहीं, कोई भी प्रकार का बुराई नहीं, वहां पर धार्मिकता का राज्य है. അതാണ് കർത്താവ് പ്രാർത്ഥിച്ചത്, ആ രാജ്യം വരണമേ. इसलिए प्रभु ने अपने चेलों को सिखाया कि वो पिता का उस प्रभु का राज्य आए. അത് ആത്മീയ അർത്ഥത്തിൽ ആ രാജ്യം വിശ്വാസിയിൽ വന്നു. आज एक आत्मिक अर्थ में वो राज्य विश्वासियों का हृदय में जीवन में आया. അവന്റെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ആ യേശു ക്രിസ്തു രാജാവാണ്, കർത്താവാണ്. एक विश्वासी के दिल में प्रभु यीशु मसीह उनका प्रभु है. എന്നാൽ അക്ഷരീയമായി സർവ്വലോകത്തിന് രാജാവായി അവൻ വരും. परंतु वास्तव में सारा दुनिया का राजा बनकर के यीशु मसीह आएगा. പക്ഷെ അവനോട് സഹരാജാക്കൻ, നമ്മളെ യെശയ്യാവിന്റെ പുസ്തകം 32 വായിച്ചത്, പ്രഭുക്കന്മാർ വളരെ സാമർത്ഥ്യത്തോടെ കാര്യം നടത്തുന്നത് ആരാണ്? പ്രഭുക്കന്മാർ. ഇന്ന് ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ക്രിസ്തുവിന്റെ സഭയിലെ ജയാളികളാണ്. प्रभु यीशु मसीह के साथ लोग बहुत सामर्थ्य के साथ कार्य करेगा, राज करेगा. वो कौन है? आज जो जीवन में प्रभु को प्रथम स्थान दे करके देने वाला प्रभु के लोग. അപ്പൊ സുവിശേഷത്തിന്റെ കാതൽ എന്താണ്? ക്രിസ്തുവിന്റെ മരണം പുനരുദ്ധാനവും നീതി, ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നതാണ്. इसका मतलब क्रूस का भेद क्या है कि पुनरुत्थान का भेद क्या है कि वो प्रभु यीशु मसीह के द्वारा जो धार्मिकता मिलने वाला बात है. അപ്പൊ നമ്മള് റോമലേഖനം 1:17 അതാണ് വായിക്കുന്നത്. रोमियों का पत्री पहला अध्याय 17 वचन में हम देखता है ആ സുവിശേഷത്തിൽ उस समाचार के द्वारा പഠോ. क्योंकि उसमें परमेश्वर की धार्मिकता विश्वास से
और विश्वास के लिए प्रकट होती है। ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് സുവിശേഷത്തിന്റെ അർത്ഥം, സുവിശേഷത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. यहाँ पर जो बात बताता है हमारा पौलुस, वो सुसमाचार की बातों के बारे में बताता है। അപ്പോൾ അവിടെ 2 കൊരിന്ത്യർ 5:21 വാക്യം കൂടെ വായിക്കാം. दूसरा कुरिन्थी 5 अध्याय का 21 वचन को भी हम पढ़ेंगे. അപ്പോൾ സഭ ഉരുവാകുന്നതിന്റെ ദൈവിക മർമ്മം അവിടെ കാണുന്നുണ്ട്. वहाँ पर मंडली जो उद्भव होता है या शुरू होता है, उसका जन्म होता है, उसका बाद का एक रहस्य वहाँ पर बताता है. 2 കൊരിന്ത്യർ 5:21. दूसरा कुरिन्थी 5 का 21. जो पाप से अज्ञात था उसी को उसने हमारे लिए पाप ठहराया कि हम उसमें होकर परमेश्वर की धार्मिकता बन നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. परमेश्वर की धार्मिकता बनने के लिए. അപ്പോൾ പാപം എന്തെന്ന് അറിയത്തില്ല യേശുവിനെ. प्रभु को पाप क्या है मालूम नहीं. ഈ ഏകജാതന് പാപം അറിയില്ല. ये एकलौता पुत्र को पाप नहीं जानता. അവൻ പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ. वो पवित्र है, निर्दोष है, निष्कलंक है. അപ്പൊ അവനിൽ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, उस यीशु मसीह में परमेश्वर की धार्मिकता हमें बनाने के लिए. അപ്പൊ നമ്മൾ വിശ്വാസികളായത് നീതിവാന്മാരായത് നമ്മൾ ഗ്രഹിക്കുമ്പോൾ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തിരിക്കും. हम जो प्रभु यीशु पर विश्वास करके हम धर्मी बने हैं, वे लोग जरूर प्रभु यीशु मसीह को अपने जीवन में प्रथम स्थान देगा. അപ്പോൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു എന്റെ രാജ്യവും എന്റെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആഴത്തിൽ ഈ നീതിയെക്കുറിച്ചും ഈ രാജാവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ എത്തുക എന്നതാണ്. इसका मतलब प्रभु यीशु ने कहा कि पहले तुम प्रभु का राज्य और धार्मिकता खोज करो. इसका अर्थ क्या है कि राज्य क्या है, प्रभु का धार्मिकता क्या है, वो बात का खोज में हमें करना, ये प्रभु की इच्छा है. നമ്മൾ കർത്താവിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഒരു സാധാരണ രീതിയിൽ യൗവനക്കാരൊന്നും കർത്താവിന് അധികം 1-ാം സ്ഥാനം കൊടുക്കാറില്ല. आज बहुत से नौजवान लोग प्रभु में आने के बाद में प्रभु यीशु मसीह को अपने जीवन का प्रथम स्थान नहीं देते. എന്നാൽ പാപം അറിയാത്തവനെ ദൈവം എനിക്ക് വേണ്ടി നീതിയാക്കിയതും ഞാൻ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടതൊക്കെയും കാണുമ്പോൾ ഈ ക്രിസ്തു എത്ര പ്രഷ്യസ് ആണ്. परंतु एक सच्चा विश्वासी जब अपने जीवन में जो पाप नहीं जानता था, ऐसा यीशु मसीह को मेरे लिए पाप ठहराया और उस पर विश्वास करने के द्वारा मुझे धर्मी बनाया, ये बात को जानना ही कितना श्रेष्ठ बात है. അപ്പം നമ്മൾ ചിന്തിക്കുകയായിരുന്നു നാം ഒന്നാമത് പ്രസംഗിക്കേണ്ടത് ഗോസ്പലാണ്. हम इस बात को विचार कर रहा था, हम सबसे पहले हम प्रचार करना चाहिए सुसमाचार. ആ സുവിശേഷത്തിന്റെ മർമ്മം ഒന്നാമത് ക്രിസ്തുവിന്റെ മരണപുനരുദ്ധാന നീതി നടപ്പാക്കിയതാണ്. सुसमाचार का भेद क्या है? प्रभु यीशु मसीह की मृत्यु और जी उठना, कि उन्होंने हमारे लिए धार्मिकता को तैयार किया. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ उसके संबंध में പ്രത്യേകിച്ച് നമ്മുടെ സഭയോടുള്ള ബന്ധത്തിലൊക്കെയും ശുശ്രൂഷ ചെയ്യുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ വളരെ അധ്വാനിച്ചു. मंडली के बारे में जब प्रेषित पौलुस कहता है कि मैंने बहुत मेहनत किया या मैं परिश्रम किया. 1 കൊരിന്ത്യർ 15 अध्यायത്തിൽ पौलुस എന്താ പറയുന്നത്? पहला कुरिन्थी 15 अध्याय का 10 वचन में प्रेषित पौलुस क्या कहता है? അവിടെ വായിക്കുന്നു. परंतु मैं जो कुछ भी हूँ परमेश्वर के अनुग्रह से हो, उसका अनुग्रह जो मुझ पर हुआ यह व्यर्थ नहीं हुआ. Praise the Lord. അവിടെ അധ്വാനിച്ചു വായിക്കുന്നില്ലേ? यहाँ पर हम देखते हैं कि मैंने मतलब परिश्रम किया करके पौलुस गवाही देता है. ആ അധ്വാനത്തോടുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. 2 തീമോത്തിയോസ് 2:6. जब उस मेहनत के बारे में मतलब प्रभु एक बात हमें सिखाता है. 2 तीमोथी 2 अध्याय का 6 वचन. जो किसान परिश्रम करता है फल का अंश पहले उसे मिलना चाहिए. അവിടെ ഒരു ആദ്യം കണ്ടോ? इसका मतलब यहाँ पर भी एक पगला प्रयोग आपने देखा. പൗലോസ് എത്രയോ സഭ സ്ഥാപിച്ചു, അധ്വാനിച്ചു, താൻ ഫലം കണ്ടു. उन्होंने जितना भी मंडलियां मतलब स्थापना किया, वहां पर सब उन्होंने उसका फल देखा. നമ്മളുടെ സഭയോടുള്ള ബന്ധത്തിൽ, ലോക്കൽ ചർച്ചിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു അധ്വാനമുണ്ട്. इसका मतलब मंडली के संबंध में हमें एक मेहनत है. പക്ഷെ കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടാണ്. परंतु प्रभु यीशु मसीह को पहला स्थान देते हुए है. അപ്പോൾ നമ്മൾ അങ്ങനെ അധ്വാനിച്ചാൽ, यदि हम इस रीति में अगर मेहनत करें, ഒരു സഭ നമ്മൾ വളരെ അധ്വാനിച്ച് കർത്താവിന്റെ കൃപയിൽ ഒരു സ്ഥലത്ത് ഫോമായി കഴിഞ്ഞാൽ, एक मंडली एक जगह में प्रभु के लिए खड़ा होने के बाद അതിന്റെ ആദ്യ ഫലം അല്ലെങ്കിൽ ആ സഭയെ കണ്ട് സന്തോഷിക്കുന്നത് ആ സ്ഥാപിച്ച ദൈവദാസന്മാരാണ്. उस मंडली को देख करके जो आनंदित होता है वो प्रभु के दास लोग हैं. നമ്മൾ സുവിശേഷം മറ്റുള്ളവരോട് പറയുന്നില്ലെങ്കിൽ ആത്മാക്കൾ വരുന്നത് കണ്ട് സന്തോഷിക്കാൻ കഴിയത്തില്ല. अगर हम सुसमाचार दूसरों को नहीं बताएगा तो आत्मा प्रभु के वश में नहीं आएंगे और वो बात को देख करके हम आनंद नहीं मना सकेंगे. മറ്റുള്ളവർ അധ്വാനിച്ചത് ഇന്ന് അനേക ഡിനോമിനേഷൻ സെറ്റപ്പിൽ
ഓൾറെഡി ഫോം ആയ ചർച്ചുകളെ കവർന്നെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇന്ന്. आज हम देखते हैं कि संगठनों में हम क्या देखते हैं कि वे लोग दूसरे आत्माओं को उछराते हैं, फिर वो अपनी तरफ से एक संगठन का एक मतलब झुंड बना करके कार्य करने वाला अवस्था आज हम देखते हैं. അവരെ ആടിനെ മോഷ്ടിക്കുന്നവർ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. उनके बारे में बाइबल कहता है कि भेड़ों को चुराने वाला लोग. പക്ഷെ അത് അനുഗ്രഹമാകത്തില്ല. वो बात आशीषदायक नहीं बनेगा. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? अभी हम यहाँ पर क्या बताता है, ഒരു കൃഷിക്കാരനാണ് ആദ്യ ഫലം അനുഭവിക്കുന്നത്. एक खेती में खेती करने वाला व्यक्ति पहला फल का अनुभव लेते हैं. ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ കൃഷിയാണ്, മുന്തിരിത്തോട്ടമാണ്, നിങ്ങൾ എന്റെ തലക്കനിയാകുന്നു എന്ന് പറയുന്നുണ്ട്. इसराइल के बारे में प्रभु कहता है कि तुम लोग मेरी बगीचा है, मेरी खेती है, मेरी अंगूर की बगीचा है और तुम लोग मेरे फल उठाए करके बताता है. അപ്പോൾ ഈ അധ്വാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ 128 സങ്കീർത്തനം അതിന് 2-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നീ ഭാഗ്യവാൻ, നിന്റെ അധ്വാന ഫലം നീ തിന്നും. जब 128 भजन संगीता का दूसरा वचन में कहता है कि तू धन्य है, तेरा मेहनत का फल तू पाएगा या अनुभव करेगा. അത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഒരു തത്വമാണ്. प्रियो, ये परमेश्वर का ना बदलने वाला एक व्यवस्था है. കാരണം നീ അധ്വാനിച്ചാൽ ആദ്യം ആ ഫലം നീ തിന്നും. क्योंकि अगर आप मेहनत करोगे तो उसका पहला फल आप जरूर खाओगे. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. हम और भी आगे बढ़े. അപ്പോൾ ഇവിടെ അധ്വാനത്തിന്റെ ഫലം ആദ്യം തിന്നുന്നവൻ ആരാണ്? इसका मतलब मेहनत का पहला फल कौन खाते हैं? ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും കർത്താവിനെ ആരാധിക്കുന്നവരാണ്. हम लोग हमेशा प्रभु की आराधना करने वाले लोग हैं. ഇവിടെ വചനത്തിൽ ആരാധനയിൽ നമ്മൾ ഒരു പ്രഥമ സ്ഥാനം അല്ലെങ്കിൽ ഒന്നാമത് കരുതേണ്ട ഒരു വിഷയമുണ്ട്. തീർച്ചയായിട്ടും ആരാധനയിൽ ദൈവത്തിനാണ് സ്ഥാനം. यहाँ पर आराधना में भी हमें पहला जो स्थान देना चाहिए, पहला स्थान प्रभु को ही है. എന്നാൽ അവിടെ മത്തായി സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ परंतु मत्ती की सुसमाचार 5 अध्याय का 24 वचन में അവിടെ യാഗപീഠത്തിലേക്ക് പോകുമ്പോൾ നിന്റെ സഹോദരനോട് വല്ലതും ഉണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ, यहाँ पर हम वेदी मतलब आराधना करने के लिए जब जाता है तो वहाँ पर तुम्हारा भाई को तुम्हारे खिलाफ कुछ बात है करके अगर तुम्हें लगता है तो അവിടെ ആദ്യം എന്നൊരു പ്രയോഗം അവിടെ ഉണ്ട്. 5:34 वहाँ पर 5 अध्याय उसकी 34 वचन में पहले तुम्हें ये क्या करना है करके वहाँ पर बताया है. 5 अध्याय का 34 वचन 24. हाँ 24 वचन. तो अपनी भेंट वही वेदी के सामने छोड़ दे और जाकर पहले हाँ। अपने भाई से मेल मिलाप ഓക്കെ 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 എന്റെ അർത്ഥം എന്താണ്? यहाँ पर उसका अर्थ क्या है? ഇത് ക്രൂശിലാണ്. ये क्रूस की बात है. കർത്താവായ യേശു ക്രിസ്തു സഭയെ നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചു, സഹോദരന്മാരോട് നിരപ്പിച്ചു. और परमेश्वर ने सूली में क्या किया? प्रभु यीशु ने हमें पिता से भी मेल कराया, भाइयों से भी मेल कराया. അപ്പൊ സഭ എല്ലാ സഹോദരന്മാരോടും നിരപ്പായിരിക്കണം. मंडली के सारे लोग सभी भाई बहनों के साथ मेल में होना चाहिए. കാരണം കർത്താവ് സഭയെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, പിതാവേ ഞാൻ നിന്നിലും നീ എന്നിലും ആയിരിക്കുന്നത് പോലെ അവർ നമ്മിൽ ഒന്നായിരിക്കണം. जब प्रभु यीशु मसीह महायाजक की प्रार्थना यूहन्ना का सुसमाचार 17 अध्याय में पिता से कहता है, हे पिता जैसे हम एक है वैसा वे भी एक हो. അപ്പൊ നമ്മള് ഈ സഹോദരന്മാരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം സ്നേഹിക്കുന്നത് പോലെ എല്ലാവർക്കും ആഹാരം കൊടുത്ത് എപ്പോഴും ഭൗമിക സഹായം ചെയ്ത് അങ്ങനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം നമുക്ക് പരിമിതികളുണ്ട്. जब हम अपने भाइयों को प्रेम करने का अर्थ जैसे परमेश्वर प्रेम करता है, प्रभु सबको खाना देता है, प्रभु सबको भोजन देता है, सब कुछ देता है, वैसा हम लोग नहीं कर सकता क्योंकि हमारे में हर बात का एक सीमा है. അപ്പൊ അവിടെ ഒരു കാര്യം റോമലേഖനം 13:10 रोमियो का पत्री उसका 13 अध्याय का 10 वचन में रोमियो उसका 13 अध्याय 10 वचन. प्रेम पड़ोसी की कुछ बुराई नहीं करता. ഓക്കെ 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 അപ്പൊ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? इसका मतलब प्रेम का अर्थ क्या है? എന്റെ സഹോദരന് ഞാൻ ദോഷം ചെയ്യരുത്. मेरा भाई को मैं किसी प्रकार का बुराई ना करे. ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്. एक प्रभु का दास ने ऐसे कहा. അതേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, वो व्यक्ति प्रभु से प्रार्थना करता है, കർത്താവേ हे प्रभु എന്റെ കൂട്ടു സഹോദരന്മാർ പോകുന്ന പാതയിൽ പുഷ്പം വിതറാൻ എനിക്ക് കഴിയത്തില്ല. मेरा भाई लोग जाता है उस मार्ग में मैं फूल नहीं बिछा सकता, പക്ഷെ മുള്ളു വിതറാൻ ഇടയാക്കരുത്. परंतु कांटाओं को डालने ना दे. എന്റെ അർത്ഥം എന്താണ്? इसका अर्थ आपको समझ में आया? നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നതാണ്. प्रियो एक संगति बोलेगा तो स्वर्ग पृथ्वी में उतर आया है. അവിടെ എല്ലാം ദൈവപുത്രന്മാരാണ്. वहाँ पर सभी लोग परमेश्वर की संतान है. നിന്റെ സഹോദരൻ എവിടെ എന്ന് കയ്യനോട് ചോദിച്ചപ്പോൾ കയ്യൻ പറയാൻ എനിക്കറിയില്ല. काइन से प्रभु ने पूछा तुम्हारा भाई हाबिल कहाँ है? वो बोलता है मुझे मालूम नहीं. നിന്റെ സഹോദരനെ അറിയില്ലെങ്കിൽ നീ ഉള്ളുന്നവനാകും.
अगर आपका भाई के बारे में अगर आपको मालूम नहीं है तो आप एक कांटा बन जाएगा. അപ്പോൾ ഒരു ലോക്കൽ അസംബ്ലിയിൽ സഹോദരന്മാരെ നിന്റെ സഹോദരൻ എവിടെയും ചോദിച്ചു നമുക്ക് സഹോദരന്മാരെ നല്ലപോലെ അറിയാം. കാരണം ഹൃദയം തുറന്നുള്ള എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് ഏറ്റു പറഞ്ഞ് ആദ്യം നിരക്കണം. स्थानीय मंडली की हर एक पवित्र लोग यदि अगर कोई भी ऐसा बात हो गया है तो वो लोग आपस में मेल खाना ही चाहिए. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചതാണ്, നമ്മൾ നേരത്തെ വായിച്ചത് ആ നിരന്നുകൊള്ളുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഞാൻ സഹോദരന് ദോഷം ചെയ്യാൻ പാടില്ല. यहाँ पर मेल खाने का अर्थ क्या है कि मैं मेरे भाई के खिलाफ कोई काम ना करे. വേറൊരു നിലയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. अगर हम और एक रीति में अगर सोचेगा तो तीमुथियुस का पत्री में हम पढ़ता है. അവിടെ നമ്മൾ വായിക്കുന്നു, അതായത് കർത്താവിന്റെ പൂർണ്ണ, അതായത് 2 തീമോഥെയോസ് അതിന്റെ 2-ാം അധ്യായം, दूसरा तीमुथियुस का दूसरा अध्याय അതിന്റെ 22-23 उसका 22 और 23 वचन. जवानी की अभिलाषाओं से भाग और जो शुद्ध मन से प्रभु का नाम लेते हैं उसके साथ धर्म और विश्वास और प्रेम और मेल मिलाप का पीछा कर, पर मूर्खता और अविधाता के विवादों के. ഓക്കെ, അവിടുത്തെ വിഷയം ഇതാണ്. वहाँ की विषय यह है ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ച് എല്ലാവരോടും സമാധാനം ആചരിക്കാം. शुद्ध मन के साथ जो प्रभु के नाम लेता है उनके साथ हमें शांति से व्यवहार करें. ഒരു ലോക്കൽ ചർച്ചിൽ, एक स्थानीय मंडली में അവിടെ കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന ഒരു വിശ്വാസിയുമായിട്ടും ഒരു ഇടർച്ച ഉണ്ടാകാതെ, प्रभु मेष में भाग लेने वाला किसी भाई बहन के साथ कोई भी टोकर ना खाते हुए സഹോദരന്മാരുമായി നിരപ്പിൽ പോകേണ്ടത് ആദ്യമായ ഒരു കാര്യമാണ്. भाई बहनों के साथ अच्छा मेल मिलाप में जीवन बिताना हमारा सबसे पहला कर्तव्य है. ചിലർ പറയുമോ എനിക്ക് ദൈവത്തോട് മാത്രമേ എനിക്ക് ബന്ധമുള്ളൂ, സഹോദരന്മാരൊന്നും അല്ല എനിക്ക് എൻ്റെ കാര്യം. അങ്ങനല്ല. कई लोग कहता है कि मेरा प्रभु के साथ सब कुछ नाता सही है, मेरे को भाई बहन के साथ कोई मतलब नहीं. ऐसा कहना सही नहीं है. അപ്പൊ ആരാധനയിൽ നാം പ്രധാനമായിട്ട് തീർച്ചയായും കർത്താവിനെയാണ് ആരാധിക്കുന്നത്. हम आराधना में जरूर निश्चय बात है कि हम प्रभु की आराधना करता है. പക്ഷെ ശരിക്കും ദൈവമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സഹോദരന് ഇടർച്ച ഉണ്ടെങ്കിൽ ആത്മാവ് അവന്റെ ഹൃദയത്തിൽ അത് ബോധ്യപ്പെടുത്തും. परंतु प्रियो अगर हम प्रभु की आराधना सचमुच करता है तो हमारे भाई बहनों के साथ हमारे दिल में थोड़ा भी कुछ कड़वाहट नफरत है तो आत्मा वो प्रकट करेगा. ഇനി ദോഷം നമ്മൾ പ്രവൃത്തിയിൽ ചെയ്തില്ലെങ്കിൽ പോലും ദോഷം ചിന്തിച്ചാൽ മതി. यदि हमने किसी काम के द्वारा अपनी भाई बहनों की बुराई नहीं किया है तो भी हमारा मन में विचार भी करेगा तो भी वो बहुत बड़ा बुरा है. നമ്മൾ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 2-ാം അധ്യായത്തില് 1 യോഹന്നാനിലാണ് വായിക്കുന്നത്, സഹോദരനെ സ്നേഹിക്കാത്തവൻ ആരാണ്? കൊലപാതകനാകുന്നു. जब हम पहले योहन्ना 3 अध्याय का 14 वचन में हम देखते हैं जो अपने भाई से प्रेम नहीं करता वो घातक है. എന്താ അർത്ഥത്തിൽ അത് കൊലപാതകം ചെയ്യുകയാണോ? क्या वो वास्तव में उन्होंने उसका हत्या किया? ഇല്ല. नहीं, പക്ഷെ പക, परंतु उसके अंदर नफरत किया. സ്നേഹിക്കുന്നതിന് പകരം പക. उन्होंने जो प्रेम करना चाहिए उसके जगह पर उन्होंने बैर किया. നമ്മൾ ദൈവത്തെ നേരത്തെ പകച്ചവരായിരുന്നു. प्रियो हम एक समय में हम प्रभु से नफरत करने वाले लोग थे. നമ്മൾ ദൈവത്തിന് ശത്രുക്കളായിരുന്നു. हम प्रभु के दुश्मन थे. നമ്മൾ പാപികളായിരുന്നു. हम पापी थे. നമ്മൾ ദുഷ്ടന്മാരായിരുന്നു. हम दुष्ट थे. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിച്ച് परंतु प्रभु ने हमसे प्रेम किया അവന്റെ ഹൃദയത്തിൽ നമ്മളെ ഏറ്റി. और वो प्रभु ने हमें अपना हृदय में ले लिया, दिल में ले लिया. ദൈവം ഒരിക്കലും നമ്മളെ പകച്ചിട്ടില്ല. प्रभु ने कभी हमसे नफरत नहीं किया. അങ്ങനെ നമ്മളെ പകയ്ക്കാത്ത ഒരു കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ इसी रीति में हम इतना बुरा करने पर भी हमें नफरत ना करने वाला एक प्रभु की आत्मा जब हमारे अंदर है, ആ കർത്താവിന്റെ ആത്മാവുള്ള എല്ലാവരെയും നമ്മൾ സ്നേഹപൂർവ്വം സമാധാനം ആചരണം. उस आत्मा पाया हुआ हमारा हर एक भाई बहन के साथ हम जरूर मेल मिलाप में रहना चाहिए. ये हमारा पहला कर्तव्य है. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. हम आगे बढ़े. അപ്പൊ നമുക്ക് ഇനിയും ഒരു കാര്യം കൂടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. और भी एक बात को हमें खास करके सोचना जरूरी है. പഴയ നിയമത്തിൽ നമുക്ക് 10 കൽപ്പനകൾ തന്നിട്ടുണ്ട്. जब हम पुराना नियम में 10 आज्ञाएं दिया, ആ 10 കൽപ്പനകൾ ചില കൽപ്പന ഡയറക്റ്റ് കൽപ്പനയാണ്. उस 10 आज्ञाओं में कुछ आज्ञा है जो कि हमें सीधा दिया है. ചില കൽപ്പനകൾ ചില വാഗ്ദാനവുമായിട്ട് കണ്ടീഷനിലാണ്. कुछ आज्ञाएं कुछ मतलब वायदाओं के साथ मिला हुआ है. അപ്പൊ നമുക്ക് എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൽ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ एफिसियों का पत्री उसका 6 अध्याय का दूसरा वचन में हम पढ़ता है. അപ്പോൾ അവിടെ ഒരു ആദ്യ കൽപ്പന എന്ന് പറയുന്നുണ്ട്. वहां एक पहला आज्ञा करके कहता है एफिसियों का पत्री 6 अध्याय दूसरा वचन. ആദ്യ കൽപ്പന എന്താണ് വാസ്തവത്തിൽ? पहला आज्ञा वास्तव में क्या है? ആദ്യ കൽപ്പന എന്ന് പറഞ്ഞത്
സ്വർഗത്തിൽ അല്ലെങ്കിൽ താഴെ ഭൂമിയിലെങ്കിലും വേറെ ഒരു ബിംബം ഉണ്ടാക്കരുത് ദൈവത്തെ അല്ലേ? हाँ, ഓക്കെ. देखो सबसे पहला आज्ञा क्या है कि मानव हम सर्व स्वर्ग में हो या पृथ्वी में हो और कहीं भी हो, कोई भी प्रकार का मूर्ति ना बनाते हुए हम जीवित प्रभु का ही आराधना करना। അപ്പൊ ഇവിടെ നമുക്ക് എഫെസ്യ ലേഖനം 16 अध्याय വായിക്കുകയാണ്. परंतु यहाँ पर उसके एफेसियों का पत्री 6वां अध्याय का दूसरा वचन में पढ़ता है, ആ, 2, अपनी 3. माता और पिता का आदर कर, यह पहली आज्ञा है जिसके साथ प्रतिज्ञा भी है। ഓക്കെ, അവിടെ എന്താ വായിച്ചത്? यहाँ पर हमने क्या देखा? ആദ്യ കൽപ്പന എന്ന്. पहला आज्ञा करके लिखा है। ആ ആദ്യ കൽപ്പന എന്താണ്? वो पहला आज्ञा क्या है? വാഗ്ദാനത്തോടു കൂടി ആദ്യ കൽപ്പന. यहाँ पर हम देखते हैं कि प्रतिज्ञा के साथ का पहला आज्ञा। നമ്മള് ഈ വാഗ്ദാനത്തോടുള്ള ബന്ധത്തിൽ പഴയ കർത്താവിന്റെ സമയത്ത് പുരോഹിതന്മാരെ ഈ മക്കൾക്ക് വലിയ ബാധ്യത വന്നു. इस प्रतिज्ञा के संबंध में पुराने नियम में बच्चों को बहुत ऐसा कुछ जिम्मेवारी की बात आया। അപ്പോൾ അവര് പുരോഹിതന്മാർ, ഈ ശാസ്ത്രിമാരും പുരോഹിതന്മാരും പറഞ്ഞു, നിങ്ങൾ അപ്പനെയും അമ്മയും നോക്കേണ്ട വലിയ ബാധ്യത നിങ്ങൾക്കുണ്ട്. अभी शास्त्री और फरीसी लोगों ने लोगों से कहा कि तुम्हारा माँ बाप को देखने का बहुत बड़ा जिम्मेवारी तुम्हारा है। നമുക്കത് നോക്കാം. നമുക്ക് हम उस बात को देखेंगे। മത്തായി സുവിശേഷം मत्ती के सुसमाचार അതിന്റെ 15-ന്റെ 2. കാരണം ദൈവവചനത്തെ उसका 15 अध्याय का दूसरा वचन, തെറ്റിച്ച് കളയുന്നത് കർത്താവ് അവരൊരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. मतलब उनको प्रभु एक बात दिखा रहा है। അതിന്റെ 2-3 വാക്യങ്ങൾ उसका 3 के वचन से 15 अध्याय का तीसरा वचन से पढ़िएगा। उसने उसको उत्तर दिया, तुम भी अपनी परंपराओं के कारण क्यों परमेश्वर की आज्ञा टालते हो? ഓക്കെ, അതെന്താ ചെയ്യുന്നത്? അവരുടെ സമ്പ്രദായത്തിൽ ദൈവകൽപ്പന ലഭിക്കുന്നത് എന്താണ്? उन्होंने क्या किया? उन्होंने अपनी रूढ़ी परंपरा के अनुसार परमेश्वर की आज्ञाओं को मोड़ देता है। അത് 4 വാക്യത്തിലുണ്ട്. वो 4 वचन में है, क्योंकि परमेश्वर ने कहा है, अपने पिता और अपनी माता का आदर करना, और जो कोई पिता या माता को बुरा कहे वह मार डाला जाए। ഓക്കെ, അപ്പോൾ തിരുവചനം എന്താ പറയുന്നത്? അപ്പനെയും അമ്മയും ബഹുമാനിക്കത്തെ മരിക്കണം, അതാണ് കൽപ്പന. मतलब परमेश्वर का वचन कहता है कि जो माँ बाप का आदर नहीं करता वो मारा जाएगा, वो मृत्युदंड का योग्य है। അങ്ങനെ അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ നിനക്ക് ആയുസ് ഉണ്ടാകും, ദീർഘായുസ് ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. അത് വാഗ്ദാനത്തോട് ആദ്യ കൽപ്പനയാണ്. माता पिता की आदर करेगा तो तुम्हें आशीष मिलेगा, ये वायदा के अनुसार प्रभु ने दिया हुआ आशीष है। എന്നാൽ परंतु ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ഒരു കാര്യം ചെയ്താൽ മതി. इस श्राप से छुटकारा पाने के लिए तुझे क्या करना है करके उन्होंने एक उपाय बताया। 5 വാക്യം. उसका 5 वचन, पर तुम कहते हो कि यदि कोई अपने माता या पिता से कहे, जो कुछ तुझे मुझे से लाभ पहुंचा सकता था वह परमेश्वर को भेंट चढ़ा जा चुका, तो वह अपने माता का या आदर न करे। इस प्रकार तुमने अपनी परंपरा के कारण परमेश्वर का वचन टाल दिया। അപ്പൊ അവര് പരീശന്മാരും ശാസ്ത്രിമാരും യൗവനക്കാർക്ക് പറഞ്ഞു കൊടുത്തു, यहाँ पर शास्त्री और फरीसी लोगों ने युवक लोगों को बताया, ഈ വാഗ്ദാനത്തോട് ആദ്യ കൽപ്പന നിങ്ങൾ ചെയ്യേണ്ട, കാരണം നിങ്ങൾക്ക് ഭയങ്കര പണച്ചെലവാണ്. ये जो वायदा के साथ तुम्हें जो मतलब वचन मिला है वो तुम नहीं करना, क्योंकि तुम्हें बहुत खर्चा है। അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പൈസ ഞങ്ങൾക്ക് തരണം. इसलिए क्या करना, तुम लोग कुछ पैसा हमें देना, എന്നിട്ട് ആ പൈസ തന്നിട്ട് ഉടനെ ചെന്ന് അപ്പനും അമ്മയോടും പറയണം, और वो पैसा देने के बाद माँ बाप से जाकर तुम लोग कहना, അപ്പനെയും അമ്മയും നോക്കേണ്ട പൈസ ഞാൻ നിന്നേക്കാൾ അധികം ദൈവത്തെ മാനിക്കണമെന്ന് അത് ദൈവത്തിന് കൊടുത്തു. इसलिए वो माँ बाप को जाकर क्या कहना कि देखो आप लोगों को देना चाहिए था, लेकिन क्या है तुमसे बढ़कर के प्रभु का आदर करना चाहिए, इसलिए जो तुम्हें देना चाहिए हमने प्रभु को दिया। അത് ഖുർബാൻ എന്ന്, അത് നമ്മുടെ മർക്കോസ് സുവിശേഷം 7:11-12 ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി. കാരണം വഴിപാട് എന്ന അർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞ അർത്ഥം അമ്മയ്ക്കും അപ്പനും പരിപാലിക്കേണ്ട പൈസ, ജീവിതകാലം മുഴുവനും കൊടുക്കേണ്ട പൈസ ആർക്ക് കൊടുത്തു? ദൈവത്തിന് കൊടുത്തു. പക്ഷെ എല്ലാം നമുക്ക് കൊടുക്കണ്ട, ഞങ്ങൾക്ക് ഇച്ചിരി തന്നാൽ മതി. ये कुर्बान कहता है, मतलब बोलने का अर्थ क्या है कि जो माँ बाप को सेवा करना चाहिए वो उनको नहीं दिया, वो हमें दे करके बोलना प्रभु को दिया। അങ്ങനെ ചെയ്താൽ उस प्रकार अगर तुम करे മേലാൽ आगे को അപ്പനും അമ്മയും ബഹുമാനിക്കണ്ട, माँ बाप का आदर करने का या सेवा करने का जरूरत नहीं। അപ്പൊ ദൈവം അനുഗ്രഹത്തോടു കൂടി ആദ്യ കൽപ്പനയെ തിരുത്തിയ ഒരു സന്ദർഭത്തിലാണ് കർത്താവ് ജീവിക്കുന്നത്. अभी परमेश्वर की सत्य वचन को वो मन मूड करके दूसरे प्रकार सिखाने वाला एक समय में प्रभु यीशु मसीह ये बात उनको कह रहा है। അങ്ങനെയുള്ളവരാണ് ആദരം കൊണ്ട് മാത്രം ദൈവത്തെ ആരാധിക്കുക, ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല, കപടഭക്തിക്കാരാണ്. ऐसा लोग सिर्फ मुंह से भक्ति करता है, वो प्रभु को कभी भी वास्तव में पहला स्थान नहीं देता। നമ്മൾ കർത്താവിലേക്ക് വന്നാൽ हम प्रभु की ओर आने के बाद തീർച്ചയായും
മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം അനുഗ്രഹത്വം. കാരണം ക്രിസ്തുവിലാണ് നമ്മുടെ വാക്യം, നമുക്ക് നമ്മൾ നേരിട്ടല്ല. प्रियो, हम प्रभु में आने के बाद में माँ बाप को सम्मान करना हमारा कर्तव्य है, क्योंकि ये प्रभु यीशु मसीह में हमें दिया हुआ मतलब वायदा के अनुसार का वचन है. 6-ാം അധ്യായത്തിന് 1-ാം വാക്യമുണ്ട്, നമ്മൾ നേരിട്ടല്ല, ഇത് കർത്താവിൽ അപ്പനെയും അമ്മയെ അനുസരിക്കാനാണ്. हम लोग देखते हैं 6 अध्याय का पहला वचन में ये हमारे खुद में नहीं, हम प्रभु में ये काम को करने के लिए है. എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയിൽ പലർക്കും മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തത്? आज का पीढ़ी में बहुत लोग अपने माँ बाप का देखभाल क्यों नहीं करता? നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇവിടെ വൃദ്ധാസദനുണ്ട്. आज केरला में बहुत से मतलब बुढ़ापा में संभालने के लिए बहुत ऐसे ऐसे स्थापना है. ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ഈ മാതാപിതാക്കളെ കൊണ്ട് വൃദ്ധാസദനിലാക്കും. वो लोग क्या करता है, जब उनका मतलब उम्र हो गया, बुढ़ा बुढ़ी हो गया, तो उनको संभालने के लिए नहीं होता, वो लोग वृद्धा सदन में ला करके रखता है. ക്രിസ്തു ഒന്നാമനായി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, परंतु जब प्रभु यीशु मसीह को पहला स्थान दे करके हमारे जीवन में, प्रभु को पहला स्थान दे करके हमारे जीवन में है, तो ക്രിസ്തുവിന്റെ ആത്മാവിന് ഒരിക്കലും സഹിക്കാൻ കഴിയത്തില്ല. प्रभु के आत्मा ऐसा बात कभी सह नहीं सकता. प्रियो, കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ മാതാപിതാക്കളെ നമ്മൾ ശരിക്കും ശുശ്രൂഷിക്കും. हमारे प्रभु के आत्मा हमारे जीवन में आने के बाद में हम माँ बाप को पहले से बढ़कर मतलब दुगुना सम्मान करके उनका सेवा करेगा. പ്രിയമുള്ളവരെ, കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്താൽ നമ്മുടെ വീട് ഒരു സ്വർഗമാണ്. अगर हम प्रभु को प्रथम स्थान देता है तो हमारा घर सच में स्वर्ग का अनुभव में बन गया. കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്താൽ നമ്മുടെ സഭ സ്വർഗമാണ്. यदि हम मंडली में प्रभु को प्रथम स्थान दे, मंडली एकदम स्वर्ग बन जाता. കാരണം സ്വർഗത്തിൽ ചെന്നാലും എന്താണ്, അവിടെ കർത്താവാണ് ഒന്നാമൻ. प्रियो, स्वर्ग में भी उसका स्वर्ग का महत्व क्या है? वहां पर सारे बातों में प्रथम स्थान प्रभु को है. സഭയിലും അങ്ങനെ തന്നെ, അതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. मंडली में भी प्रभु को ही प्रथम स्थान है. वही बात को मैं अभी तक सीख रहा था. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനുള്ള ഒരു കഴിവില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പണമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ കർത്താവിന് കാൽക്കൽ ചെന്ന്, കർത്താവേ നിനക്ക് ഞാൻ 1-ാം സ്ഥാനം തരാത്തതിൻ്റെ ശാപമാണിത്. കാരണം നമ്മൾ വായിച്ചു നേരത്തെ, കർത്താവിനെ സ്നേഹിക്കാത്തവൻ എല്ലാ രീതിയിലും ഒരു ശാപത്തിന്റെ ജീവിതത്തിലേക്ക് അവൻ പോവുകയാണ്. प्रियो, हम लोग ये बात को जानना, हमारे जीवन में हम माँ बाप की सेवा नहीं करता है तो हमारे जीवन में हम लोग बहुत प्रकार श्रापित बनने वाला अनुभव है. क्योंकि हमने पहला कोरिन्थियों 16:22 में हमने देखा था कि जो हमारे प्रभु यीशु मसीह को प्यार नहीं करता वो श्रापित है. ऐसा हम माँ बाप का सम्मान ना करने के द्वारा एक बहुत बड़ा श्राप हमारे जीवन में लाता है. ഓക്കെ, നമുക്ക് ഇതെല്ലാം നമ്മുടെ പ്രായോഗിക വശത്തുള്ള അനുദിന ജീവിതത്തിലെ പ്രായോഗികമായി നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ये सारे बात ये एक सिर्फ कथा कहानी के रूप में हमारे समझ में रहने वाली बात नहीं, हमारा प्रायोगिक जीवन में दिनचर्या में हम लाने वाली बातें हैं. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു ഹോളിനെസിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പരീശന്മാരോട് പറയുന്നുണ്ട്. 23 മത്തായി 23:26. जब पवित्र जीवन बिताने के बारे में जब प्रभु अपने चेलों को कहता है, मत्ती के सुसमाचार उसका 23 अध्याय का 26 वचन, അവര് കാപട്യമായിട്ട് തങ്ങളുടെ പാത്രങ്ങളും പിണ്ടികളൊക്കെയും കഴുകുകയാണ്. वो लोग कपटता के हृदय में वो लोग कपट भक्ति करते थे, वो बाहर से अपने आप को पवित्र दिखाते थे. അവിടെ 26-ാം വാക്യം 23-26 വായിക്കുന്നുണ്ട്. उसका 6 अध्याय उसका 23 अध्याय का 26 वचन में हम पढ़ता है, हे अंधे फरीसी, पहले कटोरे और थाली को भीतर से मांज की बाहर से भी स्वच्छ हो. ഓക്കെ, അവിടെ നമ്മളെന്താ വായിച്ചത്? यहाँ हम क्या देखता है? കുരുടന്മാരാണ് നിങ്ങൾ, पहली बात तो उनको कहता है कि तो अंधे हैं फरीसी, നിങ്ങൾ കിണ്ടിക്ക് നിങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു. और तुम लोग क्या करता है, थाली की भीतर से मतलब बाहर से पहले कटोरे के बाहर तुम लोग सफाई करते പക്ഷെ हैं. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? परंतु पहले क्या करना चाहिए? ഫസ്റ്റ് മുമ്പേ നിങ്ങളുടെ അകം വെടിപ്പാക്കുകയും. पहले कटोरे और थाली की भीतर से मांज करो. അപ്പൊ ലൂക്കാസ് സുവിശേഷം 11:31 വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അകം വെടിപ്പാക്കിയാൽ പുറവും വെടിപ്പാവും. अगर लूका का सुसमाचार 11:31 में पढ़ता है कि अगर हम अंदर साफ करें तो बाहर भी साफ हो जाए. ഇപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? यहाँ पर पहले क्या है? നമ്മുടെ അകം, ഹൃദയം. हमारा अंदर या हृदय. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ. हृदय जो जिसके मन पवित्र है वो धन्य है, അവൻ ദൈവത്തെ കാണും. क्योंकि वो प्रभु को देखेगा. ഹൃദയം ശുദ്ധിയായിരുന്നാൽ എന്ത് അനുഗ്രഹമാണ്. हृदय अगर पवित्र है तो कितना आशीष की बात है. നാം അവനെ കണ്ടാൽ അതിന്റെ അനുഗ്രഹം എന്താണ്? हम प्रभु को देखेगा तो उसका आशीष कितना बड़ी है, നമ്മൾ അവനെ പോലെ ആവും. हम उसकी जैसा बनेगा. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ हमारा दिनचर्या में എന്തെങ്കിലും മാലിന്യം പറ്റിയിട്ടുണ്ടോ? कोई भी प्रकार का अशुद्धि या पाप मेरे जीवन में आया है क्या? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. प्रभु यीशु मसीह की लहू हमें सारे पापों से धोकर शुद्ध करते ही रहता है.
അപ്പോൾ നമ്മുടെ ഭൗമിക ജീവിതത്തിൽ ഇനിയും വേറൊരു വാക്യം കർത്താവ് പരീശന്മാരോട് പറയുകയാണ്. ये दुनिया के जीवन की यात्रा में प्रभु यीशु मसीह ने फरीसियों को और एक बात कहा. അവിടെ ലൂക്കോസ് സുവിശേഷം 6:42 മറ്റുള്ളവർ കുറ്റക്കാരാണെന്നും ഞാൻ നീതിമാനാണെന്നും പറയുന്നതിനുള്ള ബന്ധത്തിൽ കർത്താവ് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. लूका 6:42 वचन में कि कई लोग अपने आप को धर्मी और दूसरे को नीच समझता है, उनके बारे में प्रभु यहाँ पर एक बात कहता है. 6:42 जब तू अपनी ही आँख का लटना नहीं देखता तो अपने भाई से कैसे कह सकता है, हे भाई ठहर जा, तेरे आँख से तिलके को निकाल दूं? हे कपटी, पहले अपनी आँख से लटना निकाल तब പകലേ यहाँ पर हम देखते हैं पहले. പകലേ ഇത് നേരത്തെ നമ്മൾ ചിന്തിച്ച അതേ കാര്യം തന്നെയാണ്. अभी ये हमने जो पहले विचार किया था वही बात है. നിന്റെ സഹോദരനെ കുറിച്ച് നിനക്ക് ശരിയായിട്ട് അവനെ നിനക്ക് നേരെ നടത്തണമെങ്കിൽ, अगर अपने भाई को अगर आप उनको सीधा चलाना है तो, അവനെ സത്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ, और उन्हें सच्चाई के मार्ग पर ले आना है तो, ആദ്യം നീ നിന്നെ തന്നെ നിന്റെ ആ വലിയ കമ്പ് അല്ലെങ്കിൽ ആ സഹോദരന്റെ ഉള്ളിലുള്ള ആ ചെറിയ കരടിനേക്കാൾ വലിയൊരു കോല് നിന്റെ കണ്ണിലുണ്ട്. उस भाई की आंख में पड़े हुए वो छोटा सा कीड़ा से बढ़ करके बड़ा लकड़ी तुम्हारी आंख में है. അതുകൊണ്ട് ആദ്യം इसलिए पहले എന്ത് ചെയ്യണം? क्या करना? നാം ആ കോലെടുത്ത് കളയണം. उस लकड़ी को अपने आंख से निकालना. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എത്രമാത്രം ആവശ്യമുള്ളൊരു കാര്യമാണ്. ये हमारा दिनचर्या में या प्रायोगिक जीवन में ये कितना जरूरतमंद बात है. നമ്മളിപ്പോ ഒരു സഹോദരനൊന്ന് കോപിച്ചു, हमने सोच लिए एक अपने भाई से क्रोध किया. നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ എഫെസ്യ ലേഖനത്തിൽ അതുണ്ട്. हम एफेसियों की मंडली में हम देखता है കോപിച്ചാൽ പാപം ചെയ്യരുത്. अगर क्रोध करो तो भी पाप ना करो. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ അതിന്റെ ക്രമീകരണത്തിലേക്ക് വരണം. सूरज अस्त होने से पहले हम मेल होना चाहिए. അങ്ങനെ നമ്മളെ ക്ലെൻസ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മളെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ സാത്താൻ ഇടം കൊടുക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. अगर हम इस रीति में कार्य नहीं करता है तो हम शैतान को अवसर देता है करके एफेसियों उसका 4 का 26-27 में पढ़ते हैं. ആ വാക്യം ഒന്ന് വായിക്കാം. चाहे तो आप वचन पढ़ेंगे. നമ്മൾ ഭാര്യയോടാണെങ്കിൽ മക്കളോടാണെങ്കിൽ अपनी पत्नी से हो या बच्चों से हो, വീട്ടിൽ തന്നെ अगर घर में भी क्यों ना हो, നമ്മളിൽ ഒരു തെറ്റ് വന്നാൽ हमें एक गलती हो गया, നമ്മൾ മാപ്പ് ചോദിക്കേണ്ടത് ആവശ്യമാണ്. प्रियो हमें क्षमा मांगना चाहिए. ചിലപ്പോൾ നമ്മള് ഭാര്യയോടൊക്കെ മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാല് ഭർത്താവായ ഞാൻ ഭാര്യയോട് മാപ്പ് ചോദിക്കുകയോ, कई बार हम सोचता है कि मैं पति होकर के मेरी पत्नी से क्यों माफी मांगू, क्योंकि मैं पति है. പക്ഷെ കർത്താവിന് 1ാം സ്ഥാനം കൊടുത്താൽ, प्रियो यदि हम प्रभु को प्रथम स्थान देता है तो ആദ്യം നമ്മൾ ക്രിസ്തുവിന്റെ ഒരു ദാസനാകണം. हम मसीह का एक दास बनना चाहिए. നമുക്ക് ജീവിക്കാൻ അറിയില്ല, हम कैसे जीना है हम नहीं जानते. എങ്ങനെ ജീവിക്കണമെന്ന് ഈ ഭൂമിയിൽ 33 വർഷം ജീവിച്ച് കാണിച്ചവനാണ്. ആര് നോക്കിയാലും ഒരു തെറ്റില്ലാത്ത ആ കർത്താവ് പിതാവ് പറയാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഏക വ്യക്തി യേശു ക്രിസ്തുവാണ്. कैसा जीवन बिताना चाहिए करके 33.5 साल जीवन बिता करके दिखाया हुआ प्रभु यीशु मसीह के बारे में स्वर्गीय पिता ने गवाही दिया, ये मेरा प्रिय पुत्र है, इस पर मैं अत्यंत प्रसन्न हूँ. അപ്പോൾ ഈ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നീതിയുടെ രാജാവായിട്ട് ഇരിക്കുമ്പോൾ, जब ये प्रभु यीशु मसीह हमारे जीवन में धर्म की राजा बनकर जब है, ഈ യജമാനൻ എന്ത് പറഞ്ഞാലും ചെയ്യാനുള്ള കൃപയും കൂടെ തരും. इस स्वामी जो कुछ कहता है वो मानने के अनुग्रह भी प्रभु देता है. നമ്മൾ 1 Corinthians 15:10 വായിച്ചു. हमने थोड़ी देर पहले 1 कुरिन्थी 15:10 वचन में पढ़ा था, അവരെല്ലാവരെക്കാളും കൂടുതൽ ഞാൻ അധ്വാനിച്ചു, मैं उनसे बढ़ करके मेहनत किया, പക്ഷെ ഞാനല്ല, परंतु मैंने नहीं, എന്നോടുള്ളവന്റെ കൃപയാണ്. प्रभु जो मुझे दिया हुआ अनुग्रह है. പക്ഷെ ക്രിസ്തുവിനെ കർത്താവാക്കി മാനിക്കാത്തവരിൽ എവിടാണ് കൃപ? परंतु जो प्रभु यीशु मसीह को प्रभु मान करके जीवन नहीं बिताने वालों में अनुग्रह कहाँ से आएगा? ന്യായപ്രമാണം മോശ മുഖാന്തരം വരുന്നു, व्यवस्था मूसे के द्वारा आता है, കൃപയും സത്യവും യേശു ക്രിസ്തു മൂലം. अनुग्रह और सच्चाई प्रभु यीशु मसीह के द्वारा. യേശു ക്രിസ്തു 1ാം സ്ഥാനം കൊടുത്താൽ, प्रभु यीशु मसीह को अगर हम पहला स्थान दे, നമ്മൾ കണ്ട അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ കാണുകയാണ്. हमने जो भी देखा हुआ आशीष है वो एक एक करके हम लोग देखता है. സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ നമുക്ക് കഴിയും. हमारा भाई के आंख में पड़े हुए उस छोटा कीटा भी हम निकाल सकता है. 2 Corinthians അതിന്റെ 8ാം അധ്യായത്തിന്റെ 5ാം വാക്യം, 2 कुरिन्थी 8 का 5 वचन, നമ്മൾ അവിടെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. वो हमारा ऐसे पढ़ता है. നമ്മൾ കൊരിന്തിനെ കുറിച്ച് വളരെ കുറ്റങ്ങളൊക്കെ പറയാറുണ്ട്, हम कुरिन्थ मंडली के बारे में बहुत से बुराई कहता है, പക്ഷേ 2ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ അല്പം അവിടെ വളരെ വ്യത്യാസപ്പെടുന്നുണ്ട്. परंतु जब दूसरा पत्र में जब आता है तो उसमें बहुत फर्क है. 2 कुरिन्थी 8 का 5, और जैसे हमने आशा की थी वैसे ही नहीं, वरन उन्होंने प्रभु को फिर परमेश्वर की इच्छा से
हमको भी अपने आप को दे दिया। അപ്പോൾ ആദ്യം അവർ കർത്താവിനും, यहाँ पर हम देखते हैं पहले वो प्रभु को, അപ്പോൾ അത് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. और बहुत मतलब यहाँ पर हिंदी में वर्ण आया परंतु पहले आना चाहिए, मतलब प्रभु को पहला स्थान दिया। അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിന് നൽകണം. മുമ്പേ ആദ്യം ഫസ്റ്റ് उन्होंने प्रभु को अपने आप को दिया. നമുക്ക് വിശ്വാസികളുമായിട്ട് വളരെ കടപ്പാടുണ്ട്. मराठी में आपको मराठी शब्द एक बार पढ़कर सुनाता हूँ, मराठी में पढ़िएगा. तर त्यांनी प्रथम स्वतःच प्रभूला दिले. हिंदी में नहीं आया, मराठी में आया. ഓക്കെ. ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം? സഭയിൽ. यहाँ पर मंडली में प्रथम स्थान किसको देना चाहिए? കർത്താവിന് കൊടുത്താൽ प्रभु को दे तो സഹോദരന്മാർക്ക് ഭയങ്കര സ്ഥാനമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. तो हम हमारे भाइयों के प्रति भी हमारे दिल में बड़ा स्थान रहेगा. യെസ്. കാരണം ആ ബന്ധം മുറിഞ്ഞു പോകുന്നില്ല. क्योंकि वो जो नाता है वो कभी कट नहीं जाता. പക്ഷെ ജഡത്തിലുള്ള സ്നേഹം, परंतु जो शरीर के द्वारा प्रेम है, ചിലപ്പോൾ നമ്മള് സഭയിലെ സഹോദരന്മാരെയൊക്കെ വളരെ സ്നേഹിക്കും. कई बार हम मंडली के लोगों को बहुत प्यार करते हैं. കുറച്ചുനാൾ കഴിയുമ്പോൾ അവർ തമ്മിൽ കണ്ടാൻ വേണ്ടതില്ല. कुछ दिन के बाद में फिर आपस में देखेगा तो कभी भी आपस में देखने के लिए बोलने के लिए तैयार नहीं होता. കാരണം അവരെ തന്നെ കർത്താവിന് കൊടുക്കാതെ നേരിട്ട് തങ്ങളെ തന്നെ സഹോദരന്മാർ കൊടുത്തതാണ്. क्यों? इसका कारण क्या मालूम है? पहले उन्होंने अपने आप को प्रभु को नहीं दिया और वो मतलब भाइयों को दिया. इस कारण वो लोग बाद में आपस में नहीं मिलता, बात नहीं करता, ऐसे अवस्था में बन जाता है. നമ്മള് സഭയിൽ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ, प्रियो, हम मंडली में कोई भी अगर सेवा करता है, അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരു ദൈവദാസന് നമ്മൾ ആഹാരം പാകം ചെയ്ത് കൊടുത്തയക്കുമ്പോൾ, और हम एक अपने प्रभु का दास को अगर भोजन तैयार करके हम भेजते हैं, കർത്താവേ ഇത് നിനക്ക് ഞാൻ സമർപ്പിക്കുക. प्रभु ये मैं तेरे लिए सौंपता हूँ. കർത്താവിനാണ് അവിടെ ഒന്നാം സ്ഥാനം. प्रियो, प्रभु को प्रथम स्थान देना. കർത്താവിനെ ഒഴിച്ചു നിർത്തിയുള്ള എല്ലാ ബന്ധവും അഴിഞ്ഞു പോകും. प्रभु को छोड़ करके जो भी नाता है वो सब टूट जाएगा. നമ്മൾ 1-13 അധ്യായത്തിൽ ആ മർമ്മപ്രധാനമായ കാര്യം, നമ്മൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ എന്ത് ചെയ്താലും ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും ഒരു പ്രയോജനം. प्रियो, हम जानते हैं 1 कुरिन्थी 13 अध्याय, वहां पर ये वो प्रेम की बात है. अब मालूम है प्रभु को छोड़ करके कुछ भी करे हमें कुछ भी लाभ नहीं हो. എന്നേക്ക് നിൽക്കുന്ന ഒന്ന് മാത്രം, और हमेशा बना रहने वाली एक ही बात, ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം എന്ന ക്രിസ്തുവിനെ സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുന്നു. वो प्रेम है, वो मसीह को प्रथम स्थान लेना है, क्योंकि प्रेम कभी टलता नहीं. അപ്പം ഏലിയാവ് ആ സഹോദരിയോട് പറഞ്ഞത് എന്താണ്? നിനക്ക് ഒന്നാം സ്ഥാനം നീ കർത്താവിന്, അല്ലെങ്കിൽ നീ വട കൊണ്ടുവന്നാൽ നിനക്ക് നിന്റെ മാവ് കുറയില്ല, എണ്ണ തീർന്നു പോകത്തുമില്ല. एलिया ने उस विधवा से क्या कहा था कि तुम पहला स्थान प्रभु को देना, तुम अगले को रोटी मेरे लिए तैयार करना पड़ेगा तो प्रभु के लिए देना. तब उसके मतलब जो भी बोतल में तेल है और उनके मटका में जो मैदा है वो कभी खत्म नहीं होगा. നമുക്ക് ഒരു ദിവസമേ ഇനി ശേഷിക്കുന്നുള്ളെങ്കിൽ പോലും, प्रियो, अगर हमें आगे को सिर्फ शायद हो सकता है एक ही दिन बाकी रह गया होगा, ഒരു മണിക്കൂറേ ഉള്ളെങ്കിലും या 1 घंटा ही रह गया होगा. കർത്താവിനെ ബഹുമാനിക്കുന്നത് കർത്താവ് സ്വർഗം വളരെയധികം എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. प्रभु को प्रथम स्थान देना, प्रभु को सम्मान करना, क्योंकि वचन कहता है जो मेरी आदर करेगा मैं उसका आदर करूंगा. പക്ഷേ ദൈവം ഒരാളെ ആദരിക്കുന്നത് എങ്ങനെയാണ് ഇതുവരെയും ഒരു മനുഷ്യന്റെ ഹൃദയം തോന്നിട്ടില്ല. प्रियो, वो एक व्यक्ति का आदर करेगा तो वो कैसा है करके किसी का भी दिल में अभी तक समझा नहीं. നമുക്ക് ആ അത്ഭുതകരമായ ആ വെളിപ്പാടിനായി കാത്തിരിക്കാം. और हम उस मान उस प्रकाशन के लिए हम इंतजार में रहे. കർത്താവ് നമ്മളെ സഹായിക്കും. प्रभु हमको आशीष दे. प्रभु का अनुग्रह आप सबके साथ है. आमीन.